നൽകിയിരിക്കുന്ന വിഷയം അല്പം ഞാൻ അധികം സംസാരിക്കുവാൻ താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ്. എന്താണ് ഇസ്ലാം എന്നുള്ള വിഷയമാണ്. എന്താണ് ഇസ്ലാം എന്നുള്ളത് ഇവിടെ അടുത്തുള്ള നിഷോ ട്രൂത്തിൽ ചെന്നൊരു പുസ്തകം മേടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് ഇസ്ലാം എന്ന് സാധാരണഗതിയിൽ ഇസ്ലാം എന്താണ് എന്ന് പറഞ്ഞു തരുന്നത് പോലെ പറയുവാനല്ല ഞാൻ താല്പര്യപ്പെടുന്നത്. മറിച്ച് ക്രൈസ്തവനായ ഞാൻ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുയായിയായ ഞാൻ ഖുർആൻ വായിക്കുമ്പോൾ ഞാൻ എന്താണ് മനസ്സിലാക്കിയത്, ഇസ്ലാമിനെ പറ്റി എന്താണ് മനസ്സിലാക്കിയത് എന്നുള്ളതാണ് ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ആരംഭമായി ഒരു വാക്യം ഞാൻ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യെരമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം ഞാൻ ആദ്യമായി വായിക്കുന്നു. അവരുടെ പിതാക്കന്മാർ ബാൽ നിമിത്തം എന്റെ നാമം മറന്നു കളഞ്ഞതുപോലെ ഇവർ അന്യോന്യം വിവരിച്ച് പറയുന്ന സ്വപ്നങ്ങൾ കൊണ്ട് എന്റെ ജനം എന്റെ നാമം മറന്നു കളയേണ്ടതിന് ഇടവരുത്തുവാൻ വിചാരിക്കുന്നു. ദൈവം ഒന്നാമതായി പറയുന്നത് ബാൽ നിമിത്തം എന്റെ നാമം മറന്നതുപോലെ ഈ കള്ള അപ്പോസ്തലന്മാരാൽ, ഈ കള്ള പ്രവാചകന്മാരുടെ പ്രഭാഷണങ്ങളാൽ ദൈവത്തിന്റെ യഥാർത്ഥ നാമമായ യഹോവ എന്നുള്ളത് മറന്നു കളയുവാനായിട്ട് ഇടവരും. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിനെയും അയച്ച ദൈവം തന്നെയാണ് തന്നെ അയച്ചതെന്ന് പറഞ്ഞു വന്ന ഇസ്ലാമിന്റെ പ്രവാചകനായ ഹസ്രത്ത് മുഹമ്മദ് ഖുറാനിൽ ഒരു പ്രാവശ്യം പോലും യഹോവ എന്ന പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വചനങ്ങളായി അറിയപ്പെടുന്ന ഹദീസുകളിൽ ഒരു പ്രാവശ്യം പോലും യഹോവ എന്ന പേര് പറഞ്ഞിട്ടില്ല. യഹോവ അയച്ചിട്ട് വന്നെന്ന് പറഞ്ഞ പ്രവാചകന് പേര് പോലും അറിയത്തില്ല. തുടർന്നുള്ള വാക്യം വായിക്കുന്നു. അതാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 30-ാം വാക്യം, യഹോവയുടെ അരുളപ്പാട്, അതുകൊണ്ട് ഒരുത്തനോടൊരുത്തൻ എന്റെ വചനങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതെന്റെ വാക്കുകളല്ല. ബൈബിൾ പറയുന്നത് അപ്പാടെ വായിക്കുവാൻ ബാധ്യസ്ഥനായ ഒരാളാണ് ഞാൻ. ബൈബിൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ അപ്പാടെ വായിക്കുവാൻ ബാധ്യസ്ഥനായ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരുത്തനോടൊരുത്തൻ എന്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. എന്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. തങ്ങളുടെ നാവെടുത്ത് അരുളപ്പാട് എന്ന് പറയുന്ന പ്രവാചകന്മാർക്കും ഞാൻ വിരോധമാകുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. യഹോവയായ ദൈവം അരുളുന്നത്, എന്റെ വചനം മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു. തങ്ങളുടെ നാവെടുത്ത് അരുളപ്പാട് എന്ന് പറയുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു. പ്രിയ കർത്താവിന്റെ ദാസന്മാരെ, ദാസിമാരെ, ഹസ്രത്ത് മുഹമ്മദ്, ഇസ്ലാമിന്റെ പ്രവാചകനായ ഹസ്രത്ത് മുഹമ്മദ് യഹോവയുടെ വചനങ്ങളെ മോഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കഥകൾ എടുത്ത്, ചരിത്ര സംഭവങ്ങൾ എടുത്ത് തന്റെ ഇച്ഛക്കനുസരണം വളച്ചൊടിച്ച് അവർ മോഷ്ടിക്കുന്ന ആൾ ചെയ്യുന്നത് പോലെ മോഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഇത്രയുമേ ചെയ്യുള്ളൂ. ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന പല കഥകള് അതുപോലെ ഞാൻ ഖുറാനിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കും. ആ വായിച്ചു കേൾപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എവിടെയാണ് വ്യത്യാസം. വായിച്ചു കേൾപ്പിച്ചതിന് ശേഷം അത് അവതരിപ്പിച്ച സമയം എപ്പോഴ് എന്നുള്ളത് അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് പറയും. അത് കേൾക്കുമ്പോൾ നിങ്ങൾ നിശ്ചയിച്ചോണം, ഇത് യഥാർത്ഥത്തിൽ ഉദ്ധരിച്ച വചനമാണോ അതോ ഇത് മോഷ്ടിച്ചതാണോ അല്ലയോ എന്ന് നിങ്ങൾ നിശ്ചയിക്കണം. ഞാനത് പറയില്ല. ഞാൻ അവരുടെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം നിങ്ങളോട് പറയും. നിങ്ങൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കോണം, ഇത് മോഷ്ടിച്ചതാണോ
അല്ലയോ? കാരണം കള്ളപ്രവാചകന്മാരെ പറ്റി യഹോവ പറഞ്ഞിരിക്കുന്നത് അവർ എന്റെ വചനങ്ങളെ മോഷ്ടിക്കും. അരുളപ്പാട് എന്ന് തങ്ങളുടെ നാവെടുത്ത് വ്യാജമായിട്ട് പറയും. പ്രിയ സ്നേഹിതരെ, ദൈവവചനം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഖുർആൻ പറയുന്നത് തിരിച്ചാണ്. ഖുർആൻ ആദ്യം പറയുന്നത് ഈ ഖുർആൻ അവതരിക്കപ്പെട്ടത് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുവാൻ വേണ്ടിയാണ് എന്നാണ്. സൂര എന്ന് പറഞ്ഞാൽ അധ്യായം, ഖുർആന്റെ അധ്യായം 2:41 ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിച്ച സന്ദേശം. നിങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിച്ച സന്ദേശം. 2:89 അവരുടെ കൈവശമുള്ള വേദത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം. 2:91 അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെക്കുന്ന സത്യസന്ദേശവുമാണ് താനും എന്ന് തുടങ്ങി അനേക വചനങ്ങൾ, അനേക വാക്യങ്ങൾ, ഖുറാനിലെ വാക്യങ്ങൾ ആവർത്തിച്ചു പറയുന്നു. ഖുറാനിലെ സന്ദേശം എന്ന് പറയുന്നത് മുമ്പുള്ള സന്ദേശത്തെ ശരിവെക്കുന്ന സന്ദേശമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ജനാബ് MM അക്ബർ മൗലവിയെ പോലെയുള്ള ദാവാപ്രാസംഗികർ എന്തിനാണ് പറഞ്ഞു നടക്കുന്നത് ഈ വിശുദ്ധ ബൈബിൾ തിരുത്തപ്പെട്ടു എന്നുള്ളത്? ഇതിനെ ശരിവെച്ചുകൊണ്ട് വരുന്നതാണെങ്കിൽ ഇത് തിരുത്തപ്പെട്ടു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അർത്ഥം ഒന്നേ ഉള്ളൂ, ശരിവെക്കാൻ വേണ്ടിയാണ് വന്നതെന്നുള്ളത് വെറും അവകാശവാദമാണ്. സത്യത്തിൽ ഇതിലെ വചനങ്ങളെ എടുത്ത് കോട്ടിമാട്ടിക്കളയുകയാണ് ഖുർആൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? ഉദാഹരണങ്ങൾ തുടങ്ങാം. ഷൗലിന്റെ കഥ ഞാൻ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്, തൗലത്ത് എന്നാണ് പറയുന്നത്. ഷൗലിന്റെ കഥ അപ്പാടെ ആദ്യമേ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. കാരണം ഈ കഥ അവതരിപ്പിക്കുമ്പോൾ നാം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഖുറാന്റെ തിയോളജിക്ക് അനുകൂലമായിട്ട് ഇതിനകത്ത് യാതൊന്നും ഇല്ല. അപ്പൊ വെറുതെ വളച്ചൊടിച്ചു അല്ലെങ്കിൽ ഖുറാനിലെ വിശ്വാസത്തിന് വേണ്ടി ഇത് വളച്ചൊടിച്ചു എന്ന് പറയത്തക്കതായിട്ടുള്ള ഒരു കഥയൊന്നുമല്ല ഈ കഥ. സാധാരണ ഒരു കഥ. ആ ചരിത്ര സംഭവം ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കുകയാണ്. ഞാൻ അതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് വായിക്കുന്നത്. സൂര 2:246 മുതൽ 249, അതായത് ഖുറാന്റെ അധ്യായം 2-ാം അധ്യായം അതിന്റെ 246 മുതൽ 249 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മൂസയുടെ ശേഷം ഉണ്ടായിരുന്ന ചില ഇസ്രയേലിയ പ്രമുഖന്മാർ തങ്ങളുടെ പ്രവാചകനോട്, ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരൂ, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാം എന്നവർ പറഞ്ഞു. ഇത് അവരുടെ തന്നെ വ്യാഖ്യാതാക്കളുടെ അടിസ്ഥാനത്തിൽ ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം അപ്പോൾ ചോദിച്ചു, യുദ്ധത്തിന് കൽപ്പന കിട്ടിയാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതെ ഇരിക്കുമോ? അദ്ദേഹത്തിന് ഇവരെ രാജാവാക്കി കൊടുക്കുന്നതിന് യാതൊരു വിരോധമില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയേണ്ടത്, ഇങ്ങനെ ഒരു രാജാവിനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ യുദ്ധത്തിന് പോകാതിരിക്കുമോ? പോകണം, നിർബന്ധമായിട്ട് പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ താമസ സൗകര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ പുറന്തള്ളപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾക്ക് എങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കുവാൻ കഴിയും? അവർ പറയുന്നത്, ഞങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്നെല്ലാം, വീടുകളിൽ നിന്നെല്ലാം പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഞങ്ങൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയുന്നത്? ഞങ്ങൾക്ക് ഒരു രാജാവിനെ തന്നാൽ ഈ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് അങ്ങനെ അവർ ആക്കിക്കൊടുത്തു. അത് കഴിഞ്ഞ് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ഏതാണ്ട് കുറച്ചുപേരെ വെള്ളത്തിന്റെ നദിക്കരികെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ നിന്ന് വെള്ളം എങ്ങനെ കുടിക്കും? ഗിദെയോന്റെ കഥയാണ് പിന്നീട് ഈ ശൗലിന്റെ കഥയായിട്ട് പറയുന്നത്. ഗിദെയോന്റെ കഥ പിന്നീട് ശൗലിന്റെ കഥയായിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോൾ 249 വരുമ്പോൾ അവിടെ ഗോലിയാത്തിനെ ദാവീദ് കൊല്ലുന്ന കഥയും ചേർത്തിട്ടുണ്ട്. അപ്പൊ 3 കഥകളെ ഒരുമിച്ച് അദ്ദേഹം ചേർത്ത് ഇതിനകത്ത് പറഞ്ഞു. അതല്ല നമ്മുടെ വിഷയം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമുണ്ട്. എന്തിനാണ് ഇദ്ദേഹം ഈ കഥ തിരുത്തിയെങ്കിൽ തിരുത്തിയത്? കാരണം യഹോവ പറയുന്നത്, എന്റെ വചനങ്ങളെ മോഷ്ടിക്കുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു. മോഷ്ടിക്കുന്നെങ്കിൽ അതിനൊരു ഉദ്ദേശം കണ്ടിരിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ കഥ ഞാൻ ആരംഭിച്ചത് അതിനൊരു കാരണമുണ്ട്.
ഈ കഥ ഇങ്ങനെ തിരുത്തിയിട്ട് എന്ത് നേടാനാ? അല്ലെ? ഇസ്ലാമിക വിശ്വാസത്തിന് വേണ്ടി ഈ കഥ തിരുത്തിയിട്ട് യാതൊരു പ്രയോജനം അതിൽ നമ്മൾ ന്യായമായിട്ട് ചിന്തിക്കുമ്പോൾ കാണുന്നില്ല. പക്ഷെ അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ ഖുറാൻ വായിക്കേണ്ടതിന് ഒരു രീതിയുണ്ട്. ഇന്ന് ഖുറാൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ക്രമത്തിൽ നിങ്ങൾ ഖുറാൻ വായിക്കുവാനായി തുനിയുകയാണെങ്കിൽ, ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഖുറാൻ അതേ ക്രമത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾക്കൊന്നും മനസ്സിലാകത്തില്ല. കാരണം ആ ക്രമത്തിലല്ല ഇസ്ലാമിന്റെ പ്രവാചകൻ അത് പറഞ്ഞതെന്നാണ് അതിന്റെ സാരം. ഞാൻ ഇവിടെ അതിന്റെ ആ പറഞ്ഞ ക്രമവും ഇന്നുള്ള ക്രമവും രേഖപ്പെടുത്തിക്കൊണ്ടൊരു ഷീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് പുറത്തു വെക്കും, മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തു വെക്കും. ചില കോപ്പികൾ മാത്രമേ ഉള്ളൂ. എല്ലാം എടുക്കാൻ സാധ്യമല്ലാത്തവർ എണ്ണം കഴിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പേര് കൊടുത്തു അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഇമെയിലായിട്ട് അയച്ചു തരാവുന്നതാണ്. ഈ പറഞ്ഞ വാക്യങ്ങളും പലതും ഞാൻ ഇതിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതെടുത്ത് വായിച്ചു നോക്കി ഖുറാനിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആ കഥ മനസ്സിലാക്കാനും വളരെ എളുപ്പത്തിൽ സാധിക്കും. ഈ ഖുറാൻ അവതരിപ്പിച്ചതിന് ഒരു ക്രമമുണ്ട്. 23 വർഷങ്ങൾ കൊണ്ടാണ് ഈ ഖുറാൻ ഹസ്രത്ത് മുഹമ്മദ് പറയുന്നത്. ആദ്യത്തെ 13 വർഷം അദ്ദേഹം മെക്കയിലായിരുന്നു. മെക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് എന്ന് അവർ പറയുന്നു, പുറത്താക്കപ്പെട്ടതെന്ന് അവർ പറയുന്നു. അല്ലാത്തവർ പറയുന്നു അദ്ദേഹം തന്നെ പ്രശ്നം ഉണ്ടാക്കി പുറത്തു പോയെന്ന് പറയുന്നു. രണ്ടുമാകട്ടെ, പുറത്താക്കപ്പെട്ട് മെദീനയിൽ ചെന്നിട്ട് പിന്നീടുള്ള 10 വർഷങ്ങൾ അവിടെയും ചില അധ്യായങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. അപ്പൊ ന്യായമായിട്ട് നമുക്ക് ആദ്യം ചോദിക്കാവുന്ന ചോദ്യം, ഇത് എവിടെ അവതരിപ്പിച്ച അധ്യായമാണ്? ആദ്യത്തെ 13 വർഷം അവതരിപ്പിച്ച അധ്യായമാണോ, അതോ മെദീന പട്ടണത്തിൽ ചെന്നിട്ട് അവതരിപ്പിച്ച അധ്യായമാണോ? മെദീന. സാർ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മെദീനയാണ്. സൂര 2 മെദീനയിൽ മെക്കയിൽ നിന്ന് ഇവരുടെ വീടുകളിൽ നിന്ന് ഇവർ പുറത്താക്കപ്പെട്ടതിന് ശേഷം മെദീനയിലെത്തി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന അധ്യായമാണ്. ഇപ്പൊ കഥ എന്തിനാ മാറ്റിയത്? അവർ പുറത്താക്കപ്പെട്ടതിന് ശേഷം ഇസ്രായേലിയർ അന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടായിരുന്നു. ശമൂവേലിന്റെ കാലത്ത് ഇസ്രായേലിയർ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടല്ല, അവരവരുടെ വീട്ടിൽ തന്നെ താമസിക്കുകയായിരുന്നു. അവരവരുടെ വീട്ടിൽ തന്നെ താമസിക്കുകയായിരുന്നു. ഇവരാണ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഇവർ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് മെദീനയിലെത്തിയപ്പോൾ ഇദ്ദേഹം രാജാവായിട്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം. അപ്പോൾ കിട്ടിയ ഒരു കഥ, ശൗലിന്റെ കഥ. എന്നാൽ ആ കഥയെടുത്ത് അദ്ദേഹം ആ കഥ ദൈവവചനത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ആ കഥ മോഷ്ടിച്ച് സ്വന്തം ഇച്ഛക്കനുസരണം അത് തിരുത്തി എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു രാജാവിനെ ആക്കിത്തരാമെന്നാണോ ശമൂവേൽ പറഞ്ഞത്? അല്ല, അദ്ദേഹം അതിനെ എതിർക്കുകയാണ്. എന്നാൽ ഇവിടെ അദ്ദേഹം അനുകൂലമായിട്ടാണ് സംഭവിക്കുന്നത്. കാരണം ഇദ്ദേഹം അവരുടെ രാജാവായിട്ട് സ്വയം പ്രഖ്യാപിച്ച് ഇവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇവർ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഇദ്ദേഹം പറഞ്ഞ ഒരു കഥയാണിത്. നമ്മുടെ ദൈവമായ യഹോവ പറഞ്ഞത് ഇവിടെ വാസ്തവമായിട്ട് വരുന്നുണ്ടോ? ഒരു കഥയിൽ ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഇതേപോലൊരു 4-5 കഥ, പ്രവാചകന്മാരുടെ അബ്രഹാമിന്റെ കഥ, അത് എപ്രകാരം ഓരോ സ്ഥലത്തും ഇദ്ദേഹം മാറ്റം തിരുത്തിയിട്ടുണ്ട്. അതേപോലെ നോഹയുടെ കഥ, യേശുക്രിസ്തുവിന്റെ സംഭവങ്ങളും ഇദ്ദേഹം എപ്രകാരം മാറ്റി എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവും യഹോവയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളോട് പറഞ്ഞ് വളരെ ചുരുക്കമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നിശ്ചയിക്കണം. അതുകൊണ്ട് ഒരുത്തനോടൊരുത്തൻ എന്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. കഥ മോഷ്ടിച്ചോ ഇല്ലയോ നിശ്ചയിക്കേണ്ടത് നിങ്ങൾ. രണ്ടാമത്തെ പ്രവാചക കഥയിലേക്ക് കടക്കുകയാണ്. അബ്രഹാമിന്റെ കഥയാണ്. നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ കഥ. അത് ഓരോ സമയത്തും അത് എപ്രകാരം അവതരിപ്പിച്ചുവെന്ന് അത് ആ കാലഘട്ടം പറഞ്ഞ് ഞാൻ അത് വായിക്കും. ആ കാലഘട്ടം പറഞ്ഞ് വായിച്ചതിന് ശേഷം ഇവരുടെ മേൽ വലിയ പണ്ഡിതനായ ഇമാം മൗദൂദിയുടെ അനുയായികൾ കേരളം ഉൾപ്പെടെ, ഈ ഭാരതം ഉൾപ്പെടെ, പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെ
ജമാഅത്തെ ഇസ്ലാമിന്റെ ആൾക്കാരാണ്. നമ്മുടെ മാധ്യമം പോലെയുള്ള ന്യൂസ് പേപ്പറുകൾ അവരുടേതാണ്. അങ്ങനെയുള്ള അതിന്റെ സ്ഥാപക നേതാവായ ഇമാം മൗദൂദിയുടെ തഫ്സീർ അഥവാ അദ്ദേഹത്തിന്റെ കമന്ററി, ഖുറാനെ പറ്റിയുള്ള വ്യാഖ്യാന ഗ്രന്ഥത്തിൽ അദ്ദേഹം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയും. രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. എപ്പോൾ അവതരിപ്പിച്ചു എന്ന് ഞാൻ പറയും, ഖുറാനിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കും. ഇമാം മൗദൂദി എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് ഞാൻ പറയും. നിങ്ങൾ നിശ്ചയിക്കണം, ഇത് മോഷ്ടിച്ചതാണോ അതോ യഥാർത്ഥ ദൈവാത്മാവിൽ ഉദ്ധരിച്ചതാണോ. ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ, ഖുറാൻ ഇന്ന് തന്നിരിക്കുന്ന ക്രമവും അദ്ദേഹം അവതരിപ്പിച്ച ക്രമവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ അദ്ദേഹം അവതരിപ്പിച്ച ക്രമത്തിലാണ് വായിക്കുന്നത്. ആദ്യത്തെ 5 വർഷം പ്രത്യേകിച്ചൊന്നും അദ്ദേഹം ഒരു പ്രവാചകന്മാരെയും പറ്റി വലിയ അധികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവിടെയും ഇവിടെയും 2 വാക്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് അദ്ദേഹത്തിന് അതിന്റെ ആവശ്യവുമില്ല, അറിവും വലുതായിട്ടില്ല, ആവശ്യവും വലുതായിട്ടില്ല. കാരണം അന്ന് അവിടുത്തെ പ്രയാസങ്ങളൊന്നും അങ്ങോട്ട് തുടങ്ങിയിട്ടില്ല. ഈ 5 വർഷം കഴിയുമ്പോഴാണ് ചെറിയതായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യം അബ്രഹാമിനെ പറ്റി പറയുന്നത് സൂര 87:16 മുതൽ 19 വരെ. പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. പരലോകമാകുന്നു ഏറ്റവും ഉത്തമവും നിലനിൽക്കുന്നതും. തീർച്ചയായും അത് ആദ്യത്തെ ഏടുകളിൽ തന്നെയുണ്ട്, അതായത് ഇബ്രാഹിമിന്റെയും മൂസയുടെയും ഏടുകളിൽ. ആദ്യമേ അദ്ദേഹം പറയുന്നത് അബ്രഹാമും മൂസയും ഒക്കെ വരുവാനുള്ള ലോകത്തെ പറ്റിയാണ് പ്രസംഗിച്ചത്. അത്രയും പറഞ്ഞ് അദ്ദേഹം അവിടെ നിർത്തി. എന്നാൽ അത് കഴിഞ്ഞ് ആ ആദ്യത്തെ 13 വർഷത്തിന് ശേഷം, ആദ്യത്തെ 5 വർഷത്തിന് ശേഷം ആദ്യത്തെ ഗ്രൂപ്പ് മുസ്ലിംസ് മെക്കയിൽ നിന്ന് മെദീനയിലേക്ക് പോകുന്നു. ഇദ്ദേഹം 13ാമത്തെ വർഷമാണ് പോകുന്നത്. പക്ഷെ ആദ്യത്തെ 5 വർഷം കഴിഞ്ഞപ്പോൾ ചില ഗ്രൂപ്പ് മുസ്ലിംസ് മെക്കയിൽ നിന്ന് മെദീനയിലേക്ക് പലായനം ചെയ്യുന്ന ആ സമയത്ത് അദ്ദേഹം അവതരിപ്പിച്ചതാണ് സൂര 19. സൂര 19 പറയുന്നത്, അബ്രഹാമിന്റെ പിതാവിനോട് പറയുന്നത്, എന്റെ പിതാവേ, തങ്ങൾ പിശാചിനെ ആരാധിക്കരുത്. തീർച്ചയായും പിശാച് പരമകാരുണ്യനോട് അനുസരണമില്ലാത്തവനാകുന്നു. എന്റെ പിതാവേ, തീർച്ചയായും പരമകാരുണ്യങ്ങളിൽ നിന്ന് വല്ല ശിക്ഷയും തങ്ങളെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അയാൾ പറഞ്ഞു, അതായത് അബ്രഹാമിന്റെ പിതാവ് പറഞ്ഞു, ഇബ്രാഹിം, നീ എന്റെ ദൈവങ്ങളെ വേണ്ടാന്ന് വെക്കുകയാണോ? നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കല്ലെറിഞ്ഞ് ഓടിക്കുക തന്നെ ചെയ്യും. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, കുറെ കാലത്തേക്ക് നീ എന്നിൽ നിന്ന് വിട്ട് മാറിക്കൊള്ളണം. ഇങ്ങനെ വല്ല കഥയും സംഭവിച്ചിട്ടുണ്ടോ? അബ്രാഹാമിന്റെ പിതാവിനോട് പറഞ്ഞു. അബ്രാഹാമിന്റെ പിതാവ് പറഞ്ഞു, ഞാൻ നിന്നെ കല്ലെടുത്ത് എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ നീ കുറച്ചു കാലത്തേക്ക് മാറി നിൽക്ക്. ഇതെപ്പോ അവതരിപ്പിച്ചതാ? ആദ്യത്തെ ഗ്രൂപ്പ് മുസ്ലിംസിനെ അവരുടെ പിതാക്കന്മാർ ഭവനത്തിലുള്ളവർ കല്ലെറിയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കുറച്ചു കാലത്തേക്ക് നിങ്ങൾ അപ്പുറത്തോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞത് ആരുടെ പേരിലായി? അബ്രഹാമിന്റെ പേരിൽ. ഇത് ഞാനല്ല പറയുന്നത്. ഇമാം മൗദൂദിയുടെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയാണ്, ദ സ്റ്റോറി ഓഫ് പ്രോഫറ്റ് അബ്രഹാം ഹാസ് ബീൻ റിലേറ്റഡ് ഓൾസോ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് മൈഗ്രൻസ്. ആ പോകുന്ന മൈഗ്രൻസിന്റെ, പുറപ്പെട്ടു പോകുന്നവരുടെ അനുഗ്രഹത്തിനു വേണ്ടി ഈ അബ്രഹാമിന്റെ സ്റ്റോറി ഇദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ശാസ്ത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ അനുഭവത്തിന് വേണ്ടി എന്തു വേണമോ അത് പ്രവാചകന്മാരെ കൊണ്ടെങ്കിൽ പറയിപ്പിക്കും. അത് പ്രവാചകന്മാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് തിരുത്തിയെന്നുള്ള പഴി നമുക്ക്, അല്ലെ? നമ്മൾ തിരുത്തിയെന്നാണ് ഇവര് പറഞ്ഞു നടക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തായി സംഭവിക്കുന്നത്? ഇവരുടെ പ്രവാചകൻ ദൈവത്തിന്റെ വചനങ്ങളെ, യഹോവയുടെ പ്രവാചകന്മാരുടെ അവരുടെ പേരുകളെ, അവരുടെ കഥകളെ തനിക്കിഷ്ടമാവണ്ണം എടുത്ത് മോഷ്ടിച്ച് തിരുത്തിയതിന് ശേഷം നമ്മുടെ മേൽ ആരോപണവും. എബ്രഹാമിന്റെ കഥ ഇതുകൊണ്ട് കഴിഞ്ഞില്ല. എബ്രഹാമിന്റെ കഥ പിന്നീട് തുടരുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ 5ാം വർഷത്തിൽ ഇദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി. 5ാം വർഷത്തിൽ, അതായത് ആദ്യം തുടങ്ങി 5ാം വർഷത്തിൽ ഇദ്ദേഹം ഇന്നറിയപ്പെടുന്ന സാത്താന്യ വചനങ്ങൾ എന്ന് പറഞ്ഞ വചനം പറഞ്ഞില്ല എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. എന്നാൽ പറഞ്ഞു എന്ന് തെളിയിക്കുവാൻ 100% ഞങ്ങൾക്ക് കഴിയും.
പ്രിയ വെങ്കടേഷ് ബ്രദറും ഞങ്ങളും എല്ലാം ഉൾപ്പെട്ട് നിന്ന ഖുർആൻ ദൈവത്തിന്റെ വചനമോ ഖുർആൻ ദൈവത്തിന്റെ വചനമല്ല എന്നാണ് ഞങ്ങളുടെ ബാനറിൽ ഞങ്ങൾ അന്ന് മോസ്കിൽ ഒട്ടിച്ചു വരുന്ന മോസ്കിലായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഡിബേറ്റ്. ഖുർആനെ പറ്റിയുള്ള ഡിബേറ്റ് തമിഴ്നാട് തൗഹീദ് ജമയത്തിന്റെ മോസ്കിൽ വെച്ചായിരുന്നു. ആ മോസ്കിൽ ദൈവകൃപയാൽ ഖുർആൻ ദൈവത്തിന്റെ വചനമല്ല എന്നുള്ള ബാനർ ഒട്ടിച്ചു. ഹല്ലേലൂയ. ആ ബാനർ ഒട്ടിച്ചതിന് ശേഷം ഞങ്ങൾ അവതരിപ്പിച്ച വിഷയത്തിൽ ഒരു വിഷയം ഹസ്രത്ത് മുഹമ്മദ് പിശാചിന്റെ വചനം പറഞ്ഞു എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ തെളിവുകളും അവരുടെ പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ ഉദ്ധരിച്ചു. പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചു എന്ന് മാത്രമല്ല, ആ പുസ്തകത്തിന്റെ കോപ്പി ഞങ്ങളുടെ ടേബിളിലും ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറയുകയാണെങ്കിൽ അപ്പം എടുത്ത് കാണിക്കും. അദ്ദേഹം ഇത് അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞാൽ, അവിടെയുള്ള 3 ദേവതകൾ അന്ന് അള്ളാഹുവിന്റെ പുത്രിമാരായിരുന്ന 3 പേർ. പുത്രിമാരെന്ന് പറയുന്നത് അന്ന് അറേബ്യയിലെ വിഗ്രഹാരാധികൾ അള്ളാഹു ഉണ്ടെന്നും അള്ളാഹുവിന് 3 പുത്രിമാരുണ്ട് എന്നും വിശ്വസിച്ചിരുന്നു. ഇദ്ദേഹം 3 പുത്രിമാരില്ല എന്ന് പറഞ്ഞ് ആദ്യം തുടങ്ങിയെങ്കിലും ഈ സാത്താന്യ വചനം എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, ഈ 3 പുത്രിമാരുടെയും നിങ്ങൾക്ക് ഇന്റർസെഷൻ, അവരുടെ മധ്യസ്ഥത നിങ്ങൾക്ക് എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത് പറയുകയും അവിടെ ഉണ്ടായിരുന്ന മെക്കായിലുണ്ടായിരുന്ന സകല വിഗ്രഹാരാധികളും അദ്ദേഹത്തോടൊപ്പം മുട്ടുമടക്കി നമസ്കരിച്ചു. അവർ പറഞ്ഞു, ഇപ്പോൾ ഹസ്രത്ത് മുഹമ്മദ് ഞങ്ങളിൽ ഒരുവനെ പോലെയാണ്. ഇത് അറിഞ്ഞപ്പോൾ മുമ്പ് പുറപ്പെട്ടു പോയവരൊക്കെ തിരിച്ചു വന്നു. കാരണം ഇതിന്റെ പേരിലല്ലേ വഴക്കുണ്ടാക്കി അവർ പോയത്. ഇതിന്റെ പേരിൽ വഴക്കുണ്ടാക്കി അവർ പോയപ്പോൾ ഇദ്ദേഹം ഇവിടെ തിരുത്തി കഴിഞ്ഞാൽ അവരോട് സ്വസ്ഥമായിട്ടിരിക്കുമോ? അവര് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം തിരുത്തി പറഞ്ഞു, ഇല്ല, അങ്ങനെ പറഞ്ഞത് പിശാചിൽ നിന്ന് കിട്ടിയതാണ്, അള്ളാഹുവിൽ നിന്ന് കിട്ടിയതല്ല. അവരവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മാറ്റുവാൻ ശ്രമിച്ചു പ്രിയ സ്നേഹിതരെ. എന്നാലും അവരുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിൽ അതുണ്ട്. അത് പറഞ്ഞതിന് ശേഷം, ആ സംഭവത്തിന് ശേഷം ഈ സംഭവം ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ മുഴുവൻ അലട്ടിക്കൊണ്ടിരുന്നു. മുഴുവൻ എപ്പോഴൊക്കെയും നിങ്ങൾക്കത് പിന്നീട് കാണാവുന്നതാണ് ഈ സംഭവം. കാരണം ഒരു സത്യപ്രവാചകൻ ഒരിക്കലും കഴിയാത്ത സാധ്യമാണ്. സത്യപ്രവാചകൻ ആത്മാക്കളെ വിവേചിക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് കഴിയും? പിശാചിൽ നിന്നോ ദൈവത്തിൽ നിന്നോ ആണെന്ന് പ്രവാചകന് വിവേചിക്കാൻ ആത്മാക്കളെ കഴിയത്തില്ലെങ്കിൽ പിന്നെ എന്തോ പ്രവാചകനാ, അല്ലെ? എന്തോ പ്രവാചകനാ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അബ്രഹാമിനെ കൊണ്ടും അതങ്ങ് പറയിപ്പിച്ചു. 6-ാം അധ്യായം 6-ന്റെ 74, 53-ന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഈ സാത്താന്യ വചനങ്ങൾ എന്നറിയപ്പെടുന്നത്. അതില് ഇന്ന് ആ സാത്താന്യ വചനങ്ങൾ അവിടെ ഇല്ല, പക്ഷെ ഉണ്ടായിരുന്നതായ അവരുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിലുണ്ട്. എന്നാൽ ഇദ്ദേഹം ഇവിടെ പറയുന്ന 6-ന്റെ 74 മുതൽ 83 വരെയും 161 വരെയുള്ള വാക്യങ്ങളാണ്. അവർ പറയുന്ന അബ്രഹാം അങ്ങനെ രാത്രി അദ്ദേഹത്തെ ഇരുട്ട് മൂടിയപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. അബ്രഹാം നക്ഷത്രത്തെ നോക്കി പറഞ്ഞു പോലും, ഇതാ എന്റെ രക്ഷിതാവ്. ഇതെന്താണ്? വിഗ്രഹാരാധനയല്ലേ? ഇങ്ങനെ അബ്രഹാം ചന്ദ്രനെ നോക്കിയും സൂര്യനെ നോക്കിയും നക്ഷത്രങ്ങളെ നോക്കിയും ഇതെന്റെ രക്ഷിതാവ്, ഇതെന്റെ രക്ഷിതാവ്, ഇതെന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞുവെന്നാണ് സൂര 6 പറയുന്നത്. എന്നിട്ട് അവസാനം പറയുന്നു, അബ്രഹാം മനസ്സിലാക്കി, ആ തെറ്റ് തിരുത്തി. ഇതാരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്നത്? ഇതാരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്നത്? വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇതേപോലെ ഒരു സംഭവം നടന്നിട്ടേയില്ല. ദൈവം വിളിച്ചപ്പോൾ വിളിക്കപ്പെട്ട ദേശം ഏതെന്നറിയാതെ ആ വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെട്ട അബ്രഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തന്റെ ഏക മകനെ യാഗം അർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മറുവാക്ക് പറയാതെ ആ വിശ്വാസത്തിൽ ദൈവത്തിന് വേണ്ടി യാഗം അർപ്പിക്കാൻ പോയ അബ്രഹാം പറഞ്ഞു എന്നാണോ പറയുന്നത്? അല്ലേ? അല്ല. നമ്മുടെ പ്രവാചകന്മാരുടെ കഥകൾ എടുത്ത് അവരുടെ നാമം എടുത്ത് അവരുടെ പേരുകൾ എടുത്ത് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിമറിക്കുകയാണ് ഈ ഖുർആൻ ചെയ്തത്. കഴിഞ്ഞില്ല പ്രിയ സ്നേഹിതരെ, കഴിഞ്ഞില്ല. അബ്രഹാം ആദ്യം നല്ലൊരു വാക്ക് പറഞ്ഞാൽ തുടങ്ങി, അല്ലെ? പരലോകത്തെ പറ്റി നിങ്ങൾ നോക്കണം. രണ്ടാമത് അബ്രഹാമിനോട് പിതാവ് പറഞ്ഞ് ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു കുറച്ചു കാലത്തേക്ക്. കുറച്ചു കഴിഞ്ഞപ്പോ അബ്രഹാം നക്ഷത്രങ്ങളെയൊക്കെ നോക്കി ആരാധിക്കാനും തുടങ്ങി.
ഇനി അബ്രഹാം പിന്നെയും മുന്നോട്ട് കിടക്കുകയല്ലേ, പിന്നെയും 10-13 വർഷം അബ്രഹാമിന് കിടപ്പില്ലേ ഈ ലോകത്തില്. അപ്പോൾ അബ്രഹാം പിന്നെയും കാര്യങ്ങൾ മാറ്റുന്നു. ഞാൻ പറഞ്ഞു സൂര 2 മെക്കായിൽ നിന്ന് അദ്ദേഹം മെദീനയിൽ എത്തിയപ്പം പറഞ്ഞതാണ്. മെക്കായിൽ നിന്ന് മെദീനയിൽ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഹിസ്റ്ററി ഓഫ് അൽ തബാരി. തബാരി എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ ചരിത്രകാരനാണ്. ഇസ്ലാം സുന്നി മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ചരിത്രകാരനാണ് തബരി. ആ തബരി പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി വോള്യം 7 പേജ് നമ്പർ 24-25. അതിൽ അദ്ദേഹം പറയുന്നത് ഹസ്രത്ത് മുഹമ്മദ് മദീനയിലെത്തി 16 മാസം കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അന്ന് ആ കാലത്ത് അദ്ദേഹം യെരുശലേമിനെ നോക്കിയാണ് നമസ്കരിച്ചുകൊണ്ടിരുന്നത്. ഹസ്രത്ത് മുഹമ്മദ് അക്കാലത്ത് യെരുശലേമിനെ നോക്കി നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹൂദന്മാർ കളിയാക്കി പറഞ്ഞു, കണ്ടില്ലേ ഇദ്ദേഹത്തിന് നമസ്കരിക്കണമെങ്കിൽ ദിക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു വിഷമം. ഉടനെ എന്ത് ചെയ്തു? അബ്രഹാമിനെ കൊണ്ടൊരു കാവ മെക്കായിൽ പണിയിപ്പിച്ചു. സൂര 2 അദ്ദേഹം പറയുന്നത് അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം 126 വാക്യത്തിൽ പറയുന്നത് ആ ഭവനത്തെ ജനങ്ങൾ കാവ സമ്മേളിക്കുന്ന സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമായി നാം നിശ്ചയിച്ചത് ഓർക്കുക. അവിടെ അബ്രഹാം ഇസ്മായിലിനെ കൊണ്ട് ചെന്ന് ഈ കാവ സൃഷ്ടിച്ചത് ആര്? അബ്രഹാം. മെക്കയിലോ? ഇസ്മായിലിനെ കൊണ്ട് മെക്കയിൽ ചെന്നിട്ട് കാവ സൃഷ്ടിച്ചു. എന്നാണ്, എപ്പോഴാണ് ഇത് അവതരിപ്പിച്ചത്? അൽ തബരി പറയുന്നു ഇദ്ദേഹം മെക്കയിൽ നിന്ന് മെദീനയിൽ എത്തിയപ്പോൾ യഹൂദന്മാർ കളിയാക്കിയപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ച് ഡയറക്ഷൻ, ആ ഡയറക്ഷനിൽ പറയുന്നതിന് എന്തൊരു അർത്ഥം വേണ്ടേ? അപ്പം വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കൊണ്ട് അവിടെ കാവ സൃഷ്ടിച്ച്. ഇത് ഇദ്ദേഹം തന്നെ വിശ്വസിച്ചതാണോ? പോട്ടെ, ഇത് വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിൽ പോട്ടെ, ക്രൈസ്തവരായ നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോകട്ടെ എന്ന് പറയാം. എന്നാൽ ഇസ്ലാമിന്റെ പ്രവാചകനായ ഹസ്രത്ത് മുഹമ്മദ് എങ്കിലും ഈ ഖുർആൻ വാക്യം വിശ്വസിച്ചോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇല്ല എന്നുള്ളതിന് തെളിവാണ് ഞാൻ അടുത്ത് തരാൻ പോകുന്നത്. ഇല്ല, അദ്ദേഹം അത് വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതിന് തെളിവ് സഹീഹ് ബുഖാരി. ഹദീസുകളിൽ സുന്നി മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സഹീഹ് ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ സഹീഹ് ബുഖാരി. ഹദീസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ സഹീഹ് ബുഖാരി വോള്യം 1 ബുക്ക് 3 നോളജ് എന്നാണ് ആ ബുക്കിന്റെ പേര്. കാരണം ഇനിയും പറയാൻ പോകുന്ന വേഴ്സ് നമ്പർ അല്ലെങ്കിൽ ഇത് നമ്പർ പല ഇതിലും തിരുത്തപ്പെട്ട്, പല മലയാളത്തിൽ അത് 128 അല്ലായിരിക്കും, മറ്റേതെങ്കിലും ആയിരിക്കും. പക്ഷെ ഇംഗ്ലീഷിൽ വോള്യം 1 ബുക്ക് 3 നോളജ്. നിങ്ങൾ ഈ നോളജ് ഏതാണെന്ന് മലയാളത്തിൽ നോക്കിയാൽ മതി. ആ ബുക്ക് കിട്ടും. ആ ബുക്കിനകത്ത് ഒന്ന് മൊത്തം വായിച്ചു നോക്കിയാൽ മതി. ബുക്ക് എന്ന് പറയുമ്പോൾ ഒത്തിരി പേജുകളൊന്നും ഇല്ല, കുറച്ച് പേജുകളേ ഉള്ളൂ. അത് ബാക്കി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. 128 ഹസ്രത്ത് മുഹമ്മദ് സ്വന്തം ഭാര്യയോട് ഈ കാവയെ പറ്റി പറയുന്ന അത് പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കണം അബ്രഹാം ഇത് ചെയ്താണെന്ന് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നോ എന്ന് ചോദിക്കണം. അദ്ദേഹം തന്റെ ഭാര്യയായിരുന്ന ഭാര്യമാരിൽ ഒരാളായിരുന്ന ഐഷയോട് പറയുന്നത്, നിന്റെ ഈ ആൾക്കാര്, അതായത് ഖുറേഷികൾ, അദ്ദേഹത്തിന്റെ ഖുറേഷികൾ അല്ലെങ്കിൽ ആ അറേബ്യൻ മുസ്ലിംസ്, അവർ ഈ അന്ധവിശ്വാസത്തിലൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കാവ ഇടിച്ചു നിർത്തി ഇവിടെ 2 ഗേറ്റ് പണിയുമായിരുന്നു. സഹീഹ് ബുഖാരി വോള്യം 1 ബുക്ക് 3 ഹദീസ് നമ്പർ 128. എന്നിട്ട് ഇദ്ദേഹമാണ് ഖുറാനിൽ പറഞ്ഞത് അബ്രഹാം കാവ സൃഷ്ടിച്ചെന്ന്. അബ്രഹാം കാവ സൃഷ്ടിച്ചെങ്കിൽ, അബ്രഹാം അവിടെ അടിസ്ഥാനം ഇട്ടെങ്കിൽ ഇദ്ദേഹം അത് ഇടിച്ചു നിർത്തുവോ? ഇടിച്ചു നിരത്തി 2 ഗേറ്റ് ഞാൻ ഇവിടുത്തെ പണിയുമായിരുന്നെന്ന്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇത് അവരുടെ പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇദ്ദേഹം ഖുറാനിൽ പറഞ്ഞത് ഇദ്ദേഹമെങ്കിലും വിശ്വസിച്ചോ? വിശ്വസിച്ചുവെങ്കിൽ ഈ ഹദീസ് വചനം എവിടെ നിന്ന് വന്നോ? പ്രിയ സ്നേഹിതരെ, ബൈബിളിന്റെ പവിത്ര പാവനതയാണ് 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഐക്യതയുള്ളതാണ്. സ്തോത്രം. ഈ പവിത്ര ഗ്രന്ഥത്തിന് സാമ്യമായിട്ട് എന്തുണ്ട് ഈ ലോകത്ത്? നിങ്ങൾ ഖുർആൻ ഒന്ന് എടുത്ത് വായിച്ചു നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും എത്ര പവിത്രമായ ഗ്രന്ഥമാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന്. കഴിഞ്ഞില്ല, ഇനിയും കുറച്ചു വർഷം കിടക്കുന്നല്ലോ. അദ്ദേഹം തുടങ്ങി, അത് കഴിഞ്ഞ് അബ്രഹാമിനെ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിച്ചു. അബ്രഹാമിനെ കൊണ്ട് നക്ഷത്രങ്ങളെ നോക്കി ദൈവമാണെന്ന് പറയിപ്പിച്ചു. അബ്രഹാമിനെ കൊണ്ട് കാബ പണിയിപ്പിച്ചു. ഇനി അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഏതായിരുന്നു?
തന്റെ 10 വർഷത്തിൽ 63 യുദ്ധങ്ങളെങ്കിലും ഇദ്ദേഹം ചെയ്തു എന്നാണ് പറയുന്നത്. അത്രയധികം യുദ്ധങ്ങൾ 10 വർഷത്തിൽ 63 യുദ്ധങ്ങൾ ചെയ്യണമെങ്കിൽ എത്ര യുദ്ധങ്ങൾ ഒരു വർഷത്തിൽ ചെയ്യണം? അപ്പൊ 2 മാസത്തിൽ യുദ്ധം ചെയ്തേ ഒക്കുള്ളൂ. ആ സമയത്ത് ഈ അബ്രഹാം ആരായിട്ട് മാറണം? അബ്രഹാം ഒരു ജിഹാദിയായിട്ട് മാറണം. കാരണം ഇദ്ദേഹം ജിഹാദിയാകുമ്പോൾ അബ്രഹാമും ജിഹാദിയാകും. ഇദ്ദേഹം വിഗ്രാരാധിക്കുമ്പോൾ അബ്രഹാമും വിഗ്രാരാധിയാകും. ഇദ്ദേഹം കാബയിലേക്ക് തന്റെ പ്രാർത്ഥനാ സ്ഥലം മാറ്റുമ്പോൾ അബ്രഹാമിനെ കൊണ്ടത് പണിയിക്കും. ഇപ്പോൾ പെട്ടെന്ന് ഇതാ അബ്രഹാം ജിഹാദിയായിട്ട് മാറിയിരിക്കുകയാണ്. സൂര 22:78 അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന മൃഗപ്രകാരം നിങ്ങൾ സമരം ചെയ്യുക. അവൻ നിങ്ങൾക്ക് ഉത്കൃഷ്ടമായത് തെരഞ്ഞെടുക്കുന്നു. മതകാര്യത്തിൽ യാതൊരു പ്രയാസവും നിങ്ങളുടെ മേൽ ചുമത്തിയിട്ടില്ല. നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ മാർഗമത്രേ ഇത്. ഏത്? ജിഹാദ് ചെയ്യുന്നത്. നിങ്ങൾ നിശ്ചയിച്ചോളൂ പ്രിയ സ്നേഹിതരെ. ഇമാം മൗദൂദി പറയുന്നത് ഇതിന് തൊട്ടു മുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ ഇസ്ലാമിന് ആദ്യമായിട്ട് യുദ്ധം ചെയ്യുവാനുള്ള അനുമതി കൊടുക്കുന്ന സമയത്താണ് ഇത് പറഞ്ഞതെന്നാണ്. ഒന്നാമത്തെ കഥ നമ്മൾ കണ്ടു ശൗല്, രണ്ടാമത്തെ കണ്ടു പ്രവാചകന്റെ കഥ കണ്ടു അബ്രഹാം. നമ്മൾ വിശ്വസിക്കുന്ന അബ്രഹാമാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇനിയും മേലാൽ നമ്മൾ ആരെങ്കിലും പറയുമോ നമ്മളും അവരും പ്രവാചകന്മാരും വിശ്വസിക്കുന്ന ഒന്നാണ്, അവരും അബ്രഹാമിൽ വിശ്വസിക്കുന്നു, നമ്മളും വിശ്വസിക്കുന്നു. അങ്ങനെ പറയാൻ നമുക്കിനി സാധ്യമാണോ? അല്ല, ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. ഇത് ദൈവത്തിന്റെ സത്യവചനം അദ്ദേഹം ഉദ്ധരിക്കുകയായിരുന്നില്ല. ദൈവത്തിന്റെ വചനങ്ങളെ അദ്ദേഹം മോഷ്ടിച്ച് തന്റെ ഇഷ്ടപ്രകാരം തിരുത്തുകയാണ് ചെയ്തത്. അബ്രഹാം കഴിഞ്ഞു. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എല്ലാ വാക്യങ്ങളും അദ്ദേഹം വളച്ചൊടിച്ചു എന്നല്ല. എന്നാൽ എല്ലാ പ്രവാചകന്മാരുടെയും കഥകളിൽ അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. 1-2 പേരുടെ സമയപരിധി മൂലമാണെങ്കിൽ 1-2 പേരുടെ കാര്യങ്ങളൂടെ പറഞ്ഞ് ഈ യഹോവയും അള്ളാഹുവും തമ്മിലുള്ള വ്യത്യാസങ്ങളൂടെ ചൂണ്ടിക്കാട്ടി ഖുറാന്റെയും ബൈബിളിന്റെ സവിശേഷതയും ചൂണ്ടിക്കാട്ടി തിരിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നോഹയുടെ കഥ നമുക്കൊന്ന് നോക്കാം. പ്രവാചകനായ നോഹ, പാവൻ നോഹയെ കൊണ്ട് ഇനി എന്തെല്ലാമാണ് ചെയ്യിക്കാൻ പോകുന്നത്? അബ്രഹാമിനെ കൊണ്ട് അദ്ദേഹം ഇത്രയൊക്കെ ചെയ്യിച്ചു. ഇനി നോഹയെ കൊണ്ട് എന്തെല്ലാമായിരിക്കാം? നോഹയെ കൊണ്ട് ആദ്യമേ അദ്ദേഹം പറയുന്നത് മെക്കായിൽ വെച്ച് അവതരിപ്പിച്ചതാണ്. മെക്കായിൽ വെച്ച് അവതരിപ്പിച്ചതിൽ 53:52 53-ാം അധ്യായം നിങ്ങൾ ഓർക്കുന്നുണ്ട്. 53:19 മുതൽ 22 വരെയുള്ളതാണ് സാത്താന്യ വചനങ്ങളെന്ന് 5-ാം വർഷത്തിൽ പറഞ്ഞ് അവതരിപ്പിച്ചപ്പെട്ട ഗ്രന്ഥം. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് തിരുത്തിയപ്പോൾ എന്തുണ്ടായി? അദ്ദേഹത്തിന് കൂടുതൽ, പഴയതിലും കൂടുതൽ അദ്ദേഹത്തിൽ നിന്ന് അന്ന് അറബിയയിലുണ്ടായിരുന്ന വിഗ്രഹാരാധികളിൽ നിന്ന് ഭീഷണിയും അക്രമവും വന്നു. ഭീഷണിയും അക്രമവും വന്നപ്പോൾ നോഹയ്ക്കും ഭീഷണിയും അക്രമവും കൂടി. 53:52 അദ്ദേഹത്തിന് കൂടുമ്പോൾ നോഹയ്ക്കും കൂടും. ഇനി അത് കഴിഞ്ഞിട്ട് 54:9 അവരുടെ മുമ്പാകെ നൂഹയുടെ ജനതയും നിഷേധിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദാസനെ അവർ നിഷേധിച്ച് തള്ളുകയും ഭ്രാന്തൻ എന്ന് പറയുകയും ചെയ്തു. നോഹയെ ഭ്രാന്തൻ എന്ന് അവർ വിളിച്ചെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? അദ്ദേഹം വിരട്ടി ഓടിക്കപ്പെടുകയും ചെയ്തു. നോഹയെ അവർ വിരട്ടി ഓടിച്ചെന്ന്. ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളതാണോ? എന്നാൽ ഭ്രാന്തനെന്ന് അക്കാലത്തെ ജനം പറഞ്ഞത് ആരെയാണ്? ഹസ്രത്ത് മുഹമ്മദിനെ പറ്റിയാണ്. സൂറ 68 രണ്ടാമത് അവതരിപ്പിക്കപ്പെട്ട 68-ാം അധ്യായത്തിൽ നിങ്ങൾ പോയി വായിച്ചു നോക്ക്. അതിനകത്ത് ഹസ്രത്ത് മുഹമ്മദിനെ പറ്റി മെക്കായിലുള്ള ജനങ്ങൾ പറഞ്ഞതാണ് ഇദ്ദേഹം ഒരു ഭ്രാന്തനാണ്. അദ്ദേഹം ഭ്രാന്തനാണെന്ന് മെക്കായിലെ ജനങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഇത് നോഹയെ പറ്റിയും പറഞ്ഞിരുന്നു. കഴിഞ്ഞില്ല പ്രിയ സ്നേഹിതരെ, നോക്കണം. ഞാൻ ഇതിന്റെ തെളിവുകൾ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഈ തെളിവുകൾ കൃത്യമായിട്ട് ഇങ്ങനെ മോഷ്ടിക്കപ്പെട്ടതായിട്ട് വരുന്നെങ്കിൽ അത് എന്റെ തെറ്റല്ല. തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
നോഹയെ അവര് ഇദ്ദേഹത്തെ അവർ മെക്കയിലെ ജനങ്ങൾ ഭീഷണിപ്പെടുത്തുമ്പോൾ നോഹയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സൂറ 26 105 106 116 ഈ റെഫറൻസുകളെല്ലാം തന്നെ ഈ പേപ്പറിലുണ്ട്. നിങ്ങൾക്ക് അത് വീട്ടിൽ പോയി വായിക്കാവുന്നതാണ്. എന്നാൽ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം വായിച്ച് മുന്നോട്ട് സമയപരിധി മൂലം ഞാൻ മുന്നോട്ട് പോകുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സൂറ 11 25 മുതൽ 48 89 വാക്യങ്ങൾ. ഇത് നിങ്ങൾ പ്രധാനമൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. മൊത്തം വായിക്കുന്നില്ല എങ്കിലും. അപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് അവിശ്വസിച്ചതായ പ്രമാണിമാർ, അതായത് നോഹ സംസാരിച്ച ജനത്തിൽ നിന്ന് അവിശ്വസിച്ചവരുടെ പ്രമാണിമാര് പറഞ്ഞു, ഞങ്ങളെ പോലെയുള്ള മനുഷ്യനായിട്ട് മാത്രമേ ഞങ്ങൾ നിന്നെ കാണുന്നുള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നിസ്സാരന്മാരായിട്ടുള്ളവരാണ് നിന്നെ പിന്തുടർന്നത്. നോഹയെ കുറച്ചുപേരൊക്കെ പിന്തുടർന്നെന്നാ പറയുന്നത്. നോഹയെ ആരെങ്കിലും പിന്തുടർന്നോ? നോഹയും നോഹയുടെ കുടുംബവും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? 8 പേരല്ലാതെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. എന്നാ ഇദ്ദേഹം പറഞ്ഞ കുറച്ചുപേര് നിസ്സാരന്മാരായിട്ടുള്ളവര് ഇത് നോഹയെ പിന്തുടരുന്നെന്ന് എപ്പോഴാ പറയുന്നത്? ഇദ്ദേഹം മെക്കായിൽ നിന്ന് പോകാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാ പറയുന്നത്. അവിടുത്തെ പ്രമാണിമാര് പറഞ്ഞു, നിന്നെ ഈ മെക്കയിലെ നിസ്സാരന്മാരായിട്ട് മാത്രമുള്ളവരാണ് പുറപ്പെട്ടത്, നിന്നെ അനുഗമിച്ചിരിക്കുന്നത്. അത് നോഹയുടെ പേരിൽ ചാർത്തി. നോഹയുടെ പേരിൽ ചാർത്തി കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇത് പറയുന്നത് നോഹയുടെ ഒരു മകനും വെള്ളത്തിൽ മുങ്ങി മരിച്ചെന്ന്. 11:45 നോഹയുടെ ഒരു മകന്, അദ്ദേഹത്തിന്റെ മകനല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നോഹയുടെ ഒരു മകനെയും വെള്ളത്തിലാക്കി. ഇദ്ദേഹത്തിന്റെ സ്വന്തം ജനം പോകുമ്പോ കുറച്ച് കഴിയുമ്പോ കാണാം, ഇപ്പൊ നോഹയുടെ കുടുംബത്തിൽ ഒരാളെ പോയിട്ടുള്ളൂ. നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോ കണ്ടോ പലരും നഷ്ടപ്പെടും. ഇദ്ദേഹത്തിന്റെ ഭവനത്തിൽ പലർക്കും എതിർപ്പുണ്ടാകുമ്പോൾ നോഹയുടെ ഭവനത്തിലും എതിർപ്പുണ്ടാവും. അങ്ങനെയല്ല വേണ്ടതാ. ഇദ്ദേഹം സൂറ 66:10 അത് പിൽക്കാലത്ത് അവതരിപ്പിക്കപ്പെട്ടതാണ്. മെദീനയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ടതാണ്. സത്യനിഷേധികൾക്ക് ഉദാഹരണമായി നൂഹയുടെ ഭാര്യയെയും ലൂത്തിന്റെ ഭാര്യയെയും അല്ലാഹു ഇതാ എടുത്തു കാണിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും നമ്മുടെ ദാസിമാരിൽ പെട്ടവർ, സദ്വൃത്തികൾ ആയിരുന്നു, ദാസന്മാരുടെ കീഴിലായിരുന്നു. എങ്കിൽ അവർ രണ്ടുപേരെയും വഞ്ചിച്ചു കളഞ്ഞു. നോഹയുടെ ഭാര്യയും ഇപ്പൊ വഞ്ചിക്കപ്പെട്ടു പോയി. നേരത്തെ പുത്രൻ മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പൊ ഭാര്യയും പോയി. എന്താണ് ഇവിടെ സംഭവിച്ചത്? നോഹയുടെ ഭാര്യ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ചോദിക്കുന്നു, പാപപ്പെട്ട ആ സഹോദരി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ സഹോദരിയെ പിടിച്ച് പുറത്താക്കിയത്? അതിന് കാരണം ഇമാം മൗദൂദി പറയുന്നുണ്ട്. ഇവരുടെ തന്നെ ഇമാം മൗദൂദി ഇത് പറഞ്ഞത് ഏത് ഈ 66:10 പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ 2 ഭാര്യമാരല്ല, ഒരാൾ അടിമപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ അല്പകാലത്തേക്ക് ഇദ്ദേഹം ഭാര്യ പിതാവിന്റെ അടുക്കലേക്ക് പോയപ്പോൾ ആ അടിമപ്പെണ്ണിനെ ഇദ്ദേഹം ശാരീരികമായിട്ട് ബന്ധപ്പെട്ടു. അത് ഭാര്യ തിരിച്ചു വന്നപ്പോ കൈയോടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വലിയ പ്രശ്നമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, കുറച്ചു കാലത്തേക്ക് ഞാൻ ഇനി അങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹമല്ലേ ചെയ്തു പോകും. അദ്ദേഹം പിന്നെയും ചെയ്തു. അദ്ദേഹം പിന്നെയും ചെയ്തപ്പോൾ ഭാര്യമാർ പറഞ്ഞു, ഭീഷണിപ്പെടുത്തി, ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടുപോകുമെന്നുള്ള ഭീഷണി വന്നു കഴിഞ്ഞപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞു, നോഹയുടെ ഭാര്യയോട് ചെയ്തറിയാമോ? അവരെ ഞാൻ പുറത്താക്കി. ഓർത്ത് വെച്ചോണം, മര്യാദയ്ക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ് കീഴ്പ്പെട്ട് ജീവിക്കുന്നില്ലെങ്കിൽ നോഹയുടെ ഭാര്യയെ കളഞ്ഞത് മാതിരി ഇദ്ദേഹത്തിന്റെ ഭാര്യയെ കളയുമെന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്താനായിട്ട് പാവൻ നോഹയുടെ ഭാര്യയെ എടുത്ത് പുറത്താക്കി. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം പറയുന്നത്, ബാലിന്റെ വിഗ്രഹാരാധികൾ എന്റെ പേർ മറന്നു കളഞ്ഞതുപോലെ എന്റെ പേര് ഈ കള്ളപ്രവാചകന്മാർ മറന്നു കളയിക്കുമെന്നാണ്. എന്റെ വചനങ്ങളെ അവർ മോഷ്ടിക്കുമെന്നാണ് ഈ കള്ളപ്രവാചകന്മാരെ പറ്റി പറയുന്നത്. അരുളപ്പാട് എന്ന് നാവെടുത്ത് അവർ കള്ളം പറയും എന്നാണ് പറയുന്നത്. പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി
കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി സമയപരിധി മൂലം ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ധാരാളം കാര്യങ്ങൾ നോഹയുടെ, അബ്രഹാമിന്റെയും ദാവീദിന്റെയും ഒക്കെ കാര്യത്തിൽ ചരിത്രത്തിൽ നിന്ന് എടുത്തു കാണിക്കാനായിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. നിങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത് ഈ ക്രമത്തിൽ ഖുർആൻ വായിക്കുക. ഞാൻ ഇത് എഴുതിയിരിക്കുന്ന ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞൊരു ഓർഡർ ഉണ്ട്. അതായത് ഇത് അവതരിപ്പിക്കപ്പെട്ട ക്രമമാണ്. ആ ക്രമത്തിൽ ഖുർആൻ വായിക്കുക. സംശയം തോന്നുന്ന ഭാഗങ്ങൾ ഏറ്റവും നല്ല ഇപ്പൊ നമുക്ക് വായിക്കാൻ വളരെ ഈസി ആയിട്ടുള്ളത് ഇമാം മൗദൂദിയുടെ കമന്ററിയാണ്. ഇമാം മൗദൂദിയുടെ കമന്ററി നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഫ്രീ ആയിട്ട് കിട്ടും. ആ ഫ്രീ ആയിട്ട് കിട്ടുന്നിടത്ത് അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇത് എവിടാണ് അവതരിപ്പിച്ചത്. കാരണം ഈ ക്രമം ചിലപ്പോഴൊക്കെ എല്ലാ അധ്യായങ്ങളിലെ എല്ലാ ഭാഗവും അവിടെ വെച്ചായിരിക്കും അവതരിപ്പിച്ചത്. എന്നാൽ ഇമാം മൗദൂദി അത് കുറെ കൂടെ കൃത്യമായിട്ട് തരുന്നുണ്ട്. അപ്പൊ ഇമാം മൗദൂദിയുടെ ക്രമം ഇതിലൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കഥയെല്ലാം കൃത്യമായിട്ടൊക്കെ മനസ്സിലാവും. വളരെ എളുപ്പമാണ് പിന്നെ ഖുർആൻ വായിക്കാൻ. ഇപ്പം വായിക്കുന്ന മാതിരി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഖുർആനിൽ അദ്ദേഹത്തെ പറ്റി അള്ളാഹുവിന്റെ ആത്മാവെന്നും അള്ളാഹുവിന്റെ വചനമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് എപ്പോഴാണ് പറഞ്ഞത്? ഇത് എപ്പോഴാണ് പറഞ്ഞത്? ആദ്യമേ ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ എടുക്കുകയാണ്. സൂര 19 യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത്, പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നതിന് വേണ്ടി. അവിടെ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് പരിശുദ്ധനായ ഒരു ആൺകുട്ടി. എത്ര നല്ല വാക്യമാണ്. എന്നിട്ട് 21 പറയുന്നത്, അവൻ ആ കുട്ടിയെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ആക്കുന്നു. എത്ര നല്ല വചനങ്ങളാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം ഇത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞാണ് പിന്നെ ഈ കന്യകജന്മം പറയുന്നത്. അതിനകത്ത് ധാരാളം പെശുകളുണ്ട്. എങ്കിൽ പോലും ഒരു നല്ല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് 33 പറയുന്നത്, ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കുന്ന ദിവസവും എന്റെ മേൽ ശാന്തി ഉണ്ടാകും. എത്ര നന്നായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം നമുക്ക് സംശയമായി തുടങ്ങി ഇത് എപ്പോഴാണ് പറഞ്ഞത് അല്ലെ? ഇദ്ദേഹം ഇത്രയും നല്ലതായിട്ട് പറയണമെങ്കിൽ ഇത് എപ്പോഴാണ് പറഞ്ഞത്? സംശയമൊന്നും വേണ്ട. ഇമാം മൗദൂദി പറയുന്നത് ആദ്യത്തെ ഗ്രൂപ്പ് ഇദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോകാൻ നേരത്ത് അവര് നെഗസ് എന്ന് പറഞ്ഞ ക്രൈസ്തവ ചക്രവർത്തി രാജാവിന്റെ അടുക്കലേക്കാണ് അഭയത്തിന് വേണ്ടി പോകുന്നത്. ആ ക്രൈസ്തവ രാജാവിന്റെ അഭയത്തിലേക്ക് പോകുമ്പോ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിൽക്കാൻ പോകും. എന്നിട്ട് ഇമാം മൗദൂദി തന്നെ പറയുന്നത്, ഇമാം മൗദൂദിയുടെ നിന്ന് ഞാൻ വായിക്കുകയാണ്. ആ ക്രൈസ്തവ രാജാവ് ചോദിച്ചു. ആ ക്രൈസ്തവ രാജാവിന്റെ അടുക്കൽ വന്ന് മറ്റു ചില ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഇല്ലില്ല, ഇവര് യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് ശരിയല്ല. ഇവർ യേശുക്രിസ്തുവിനെ പറ്റി എന്ത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇമാം മൗദൂദിയുടെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, കാരണം ഇത് പിന്നീട് വരുന്നതാണ്, പിന്നീട് വേറൊരു അധ്യായത്തിൽ വരുന്നതാണെങ്കിലും ഈ ഭാഗത്ത് അവതരിപ്പിക്കപ്പെട്ട രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ക്രൈസ്തവ രാജാവിനോട് അഭയം തേടി ചെന്ന മുസ്ലിങ്ങൾ പറയുന്നത്, he was a servant of Allah and his messenger, he was a spirit and a word of Allah which had been sent to Virgin Mary. അള്ളാഹുവിൽ നിന്നൊരു ആത്മാവും അള്ളാഹുവിൽ നിന്നൊരു വചനവുമാണ്, അവൻ കന്യക ജാതനാണ്. മോശമാണോ? എത്ര ഇതെടുത്താണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, കണ്ടില്ല ഇവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട്. അള്ളാഹുവിൽ നിന്നൊരു ആത്മാവും അള്ളാഹുവിന്റെ വചനവും കന്യക ജാതനുമാണെന്ന് ക്രൈസ്തവ ചക്രവർത്തിയുടെ അടുക്ക ചെന്നപ്പോ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ കളി വേറെയാകുമായിരുന്നു. അതിനകത്ത് അദ്ദേഹം 19 തന്നെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലെന്നാണ് ഇമാം മൗദൂദിയുടെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അത് തുടർന്ന് വളരെയേറെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായ ഒരു ഭാഗമാണ് സൂര 4 ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. സൂര 4 157. വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതെ പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല, യഹൂദന്മാർ ക്രൂശിച്ചിട്ടില്ല, കൊന്നിട്ടുമില്ല. വാസ്തവത്തിൽ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയാതെയാണ് പോകുന്നത്. 4:159 വരുമ്പോഴത്തേക്ക് പറയുന്നത്, വേദക്കാരിൽ ആരും അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായി ഉണ്ടാവുകയില്ല. വേദക്കാരിൽ ആരും
ആരുടെ മരണത്തിന് മുമ്പേ ആണെന്നുള്ളത് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു ചർച്ചയാണ്. അദ്ദേഹത്തിൽ വിശ്വസിക്കാതെ ഉണ്ടാകുകയില്ല. ഇവിടെ പറയുന്നത് ക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല, കൊന്നിട്ടുമില്ല. ഇപ്പം ഇദ്ദേഹത്തിന്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ചോദിക്കണം, ഇത് എപ്പോഴാണ് അവതരിപ്പിച്ചത്? യഹൂദന്മാര് ക്രൂശിച്ചിട്ടില്ല, കൊന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോ എപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്? ഇമാം മൗദൂദി അത് പറയുന്നുണ്ട്. നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ തഫ്സീറുകളിൽ, അവരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ, അവരുടെ കമന്ററികളിൽ അത് എഴുതപ്പെട്ടു വെച്ചിട്ടുണ്ട്. ഇമാം മൗദൂദി പറയുന്നത് ഞാൻ പറയുന്നതല്ല. ഞാൻ പറയുന്നതിനകത്ത് യാതൊരു വിലയില്ല. അവരുടെ പണ്ഡിതന്മാർ പറയുന്നതാണ്. ഇമാം മൗദൂദി പറയുന്നത് ഹസ്രത്ത് മുഹമ്മദിനെതിരെ ഒരു കൂട്ടം യഹൂദന്മാർ, ഒരു കൂട്ടം യഹൂദന്മാർ ഞങ്ങൾ അദ്ദേഹത്തെ കൊല്ലപ്പെടുത്തും എന്ന് ഭീഷണി മുഴക്കിയപ്പോൾ, ഞങ്ങൾ അദ്ദേഹത്തെ കൊല്ലുമെന്ന് യഹൂദന്മാർ ഭീഷണി മുഴക്കിയപ്പോൾ യഹൂദന്മാർക്ക് മറുപടി പറയാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതാണ്. ആരുടെ പേരെടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ പേര് എടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത്, എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റത്തില്ല, ക്രൂശിക്കാനും പറ്റത്തില്ല, നിങ്ങൾ വെറുതെ വാചകം അടിക്കുന്നതാണ് എന്നാണ് ഈ സംഭവ ചരിത്രം യഥാർത്ഥത്തിൽ പറഞ്ഞത്. അതെടുത്ത് ഇവിടുത്തെ പാവപ്പെട്ട ജനാബ് എം അക്ബർ മൗലവിയും മറ്റ് ദാവാ പ്രാസംഗികരൊക്കെ ഈ ചരിത്ര സത്യം, പ്രിയ സ്നേഹിതരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് വിശ്വസിക്കാൻ നിങ്ങളൊരു വിശ്വാസികൾ പോലും ആകേണ്ടതില്ല. ഒരു നിരീശ്വരവാദിയാണെങ്കിൽ തന്നെ ഈ ദൈവവചനം ദൈവവചനമായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ പോലും യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ചരിത്ര സത്യമാണ്. ആ ചരിത്ര സത്യത്തെ ഇദ്ദേഹം തിരുത്തിയത് ഇദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, എന്നിട്ട് അതിന് മറുപടി പറയാൻ നടക്കേണ്ട ഗതികേടാണ് നമുക്ക് ഇപ്പം. പ്രിയ സ്നേഹിതരെ, ഇതേപോലെ എത്ര കഥകൾ പറയാമെന്നതാണ്. എന്നാൽ ആദ്യം വായിച്ച വചനം ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കൂ. ദൈവം കള്ളപ്രവാചകന്മാരെ പറ്റി എന്താണ് പറയുന്നത്? അവർ എന്റെ വചനത്തെ മോഷ്ടിക്കുന്നവരാണ്, അരുളപ്പാടെ എന്ന് പറഞ്ഞ് അവരുടെ നാവെടുത്ത് പറയുന്നവരാണ്. എന്നാൽ പ്രിയ സ്നേഹിതരെ, ഈ വചനം അങ്ങനെയല്ല. ഈ വചനം ഒന്നോടൊന്ന് ഒത്തു നിൽക്കുന്ന വചനമാണ്. നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ ഈ വചനം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് യാതൊരു അർത്ഥവുമില്ല, അതിന് യാതൊരു മറ്റൊരു വ്യത്യസ്തമായ അർത്ഥമില്ല. ദൈവവചനം കൽപ്പിക്കുന്ന പവിത്രഭാവനമായ അർത്ഥമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വളരെ വേഗത്തിൽ പോവുകയാണ്. ഇതേപോലെ എല്ലാ പ്രവാചകന്മാരുടെ എല്ലാ കഥകളും നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അത് പറയാൻ വേണ്ടിയാ ഞാൻ അത്രയും 3-4 സംഭവങ്ങൾ എടുത്ത് പറഞ്ഞത്. സമയപരിധി മൂലം ഞാൻ പെട്ടെന്ന് പോകട്ടെ. ഇവര് പറയുന്നതാ ഖുറാനിലെല്ലാം അങ്ങ് എഴുതി വെച്ചിട്ടുണ്ടെന്നാ. ഖുറാന്റെ രണ്ടാമത്തെ അവകാശവാദം. ഒന്നാമത്തെ അവകാശവാദം എന്താ? ഇത് ശരിവെക്കാൻ വേണ്ടി വന്നതാണെന്ന്. അതിപ്പോ മുസ്ലിങ്ങൾ പോലും സമ്മതിക്കത്തില്ല. കാരണം ഇതും അതോടെ വായിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധവും ഇല്ല. അവർ പറയുന്നത് നമ്മൾ തിരുത്തി. യഹൂദന്മാരും ക്രൈസ്തവരോട് ഒരുമിച്ച് വന്നിട്ട് ഈ ബൈബിൾ തിരുത്താൻ പോവുക. ലോകത്തിലെ യഹൂദന്മാരും ക്രൈസ്തവരോട് ഒരുമിച്ച് വന്നിട്ട് ഈ പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങളൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഒരുമിച്ച് തിരുത്താമെന്ന് പറഞ്ഞ് തിരുത്തുവോ? ഇത് ആരെങ്കിലും വിശ്വസിക്കുന്ന കഥയാണ്? ആരാ തിരുത്തിയത്? അവരുടെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിനനുസരിച്ച് അങ്ങ് കെട്ടിയുണ്ടാക്കിയ കഥകളാണത്. അല്ലാതെ അത് ചരിത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഖുറാന്റെ രണ്ടാമത്തെ അവകാശവാദം, ഇത് നമ്മുടെ ബൈബിളിന്റെ അവകാശവാദം. ഞാൻ ആദ്യം വായിക്കുകയാണ്. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വസനീയമായാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു എന്നാണ്. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത്. അതിനുവേണ്ടിയാണ്, അതിന് മതിയായതെല്ലാം ഈ ഗ്രന്ഥത്തിലുണ്ട്. ഈ ഗ്രന്ഥത്തിലില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ പുറത്തോട്ട് അന്വേഷിച്ച് പോകേണ്ട കാര്യമേ ഇല്ല. കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ മാതൃകയെന്ന് ഈ പുസ്തകം പറയുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി എത്ര ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്? 4, അല്ലേ? നമുക്ക് പുറത്തന്വേഷിച്ചു പോണോ? 4 സുവിശേഷങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ നന്നായിട്ട് വിവരിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഹസ്രത്ത് മുഹമ്മദ്, ഇസ്ലാമിന്റെ പ്രവാചകൻ അവരുടെ മാതൃകയാണെന്ന് പറയുമ്പോൾ ആ ഖുർആൻ എടുത്തു വെച്ചിട്ട് അദ്ദേഹത്തിന്റെ മാതൃക ഒന്ന് കാണിച്ചു തരാമോ? 4 പ്രാവശ്യം അദ്ദേഹത്തിന്റെ പേര് പോലും ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാ. എവിടെ നിന്ന് നമ്മൾ മാതൃക വെപ്പാൻ നമ്മുടെ പുസ്തകത്തിന് പുറത്തു പോകണം. എന്നാൽ ഈ പുസ്തകം അങ്ങനെയല്ല പറയുന്നു.
പുസ്തകം പറയുമ്പോൾ വലിയ അവകാശവാദങ്ങളാണ്. 6:114 അവനാകട്ടെ വിശുദ്ധ വിവരങ്ങളുള്ള വേദഗ്രന്ഥം, എല്ലാ കാര്യവും അങ്ങ് നല്ല വിവരിച്ചു പറഞ്ഞിരിക്കുകയാണ്. വേദഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കി തന്നവനാകുന്നു. 16:89 എല്ലാ കാര്യത്തിനും ഇനി നമ്മൾ ആറ്റോമിക് റിസർച്ച് ഒന്ന് അന്വേഷിച്ച് വേറെങ്ങും പോകേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ വചനം വളരെ കൃത്യമായിട്ട് ദൈവമനുഷ്യൻ എങ്ങനെ നടക്കേണ്ടവനാകേണ്ടവനെന്നുള്ളത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ലോകത്തെ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടെന്നൊന്നും നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ ബൈബിൾ എന്ത് പറയുന്നോ അത് അതേപോലെ തന്നെയാണ്. ബൈബിൾ ഒരു അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ അവകാശവാദം 101% അത് അതേപോലെയാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. എല്ലാ കാര്യത്തിനും എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി എല്ലാ കാര്യത്തിനും നമുക്ക് ഖുർആനിൽ പോകാം അല്ലെ. 16:89 എല്ലാ കാര്യത്തിനും ഇതങ്ങ് തന്നിരിക്കുകയാണെന്നാ. ഞാൻ പോകുന്നത് പോട്ടെ, എല്ലാ കാര്യമൊന്നും വേണ്ട. ഇവർ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. പ്രാർത്ഥന. ഒരു മുസ്ലിം നിന്ന് പ്രാർത്ഥിക്കുന്നതിന് ചില ക്രമങ്ങളുണ്ടല്ലേ. മുസ്ലിമിന് വെറുതെ ഒന്ന് നമ്മൾ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എങ്ങനെയും പ്രാർത്ഥിക്കാം. നമ്മൾ നമ്മുടെ പിതാവിനോടാണ് പറയുന്നത്. നമ്മുടെ പിതാവിനോട് നമ്മൾ ഭയഭക്തിയോടുകൂടെ നമ്മൾ പിതാവിനോട് പറയുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ ദൈവത്തോടും പറയാനുള്ള, എപ്പോഴും അവന്റെ അടുക്കൽ ചെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എന്നാൽ ഈ അടിമകൾ ചെല്ലുമ്പോൾ അടിമകൾ തൊഴേണ്ട വിധം ഒക്കെ യജമാനൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഖുർആൻ പറയുന്നുണ്ട്. സൂറ 41:7 പറയുന്നുണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഒരു മുസ്ലിം മൊത്ത പ്രാർത്ഥന? വേറൊന്നും വേണ്ട. ആറ്റോമിക് സയൻസും മാർസിലേക്ക് വിടേണ്ടത് എങ്ങനെയാണെന്നൊന്നും എല്ലാ കാര്യവും വിവരിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. പകരം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ ഖുർആൻ അനുസരിച്ചൊന്ന് പറഞ്ഞു തന്നാൽ മതി. നിന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഒറ്റക്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാം നമുക്ക്? അതോ ഇങ്ങനെ കൈയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാം? ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കാം? എങ്ങനെയാ? ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. അവരെ സംബന്ധിച്ചോളം അത് പ്രാധാന്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രാധാന്യമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ഖുർആൻ ഇത് വിട്ടുപോയി? ഖുർആന്റെ അവകാശവാദം ഒന്ന്, ഖുർആൻ കൊടുക്കുന്നത് മറ്റൊന്ന്. ഇനി പോകട്ടെ, ഹജ്ജിനെ പറ്റി പറയുന്നത് 2:197 ഹജ്ജ് കാലം അറിയപ്പെട്ട മാസങ്ങളാകുന്നു. അത് കഴിഞ്ഞിട്ട് 22:28 പറയുന്നത് ആ മാസങ്ങളിൽ നിശ്ചിത ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലി കഴിക്കുവാൻ വേണ്ടിയത്രേ. നിശ്ചിത ദിവസങ്ങളിൽ ഏതാണ് നിശ്ചിത ദിവസം? ഖുർആൻ എടുത്ത് ഈ നിശ്ചിത ദിവസങ്ങൾ ഏതാണെന്ന് പറയാൻ ഏതെങ്കിലും മുസ്ലിമിന് കഴിയുമോ? പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പറയാൻ കഴിയത്തില്ല. ഹജ്ജിന് പോകുമ്പോൾ എന്താ ചെയ്യേണ്ട, ഏത് ദിവസങ്ങളിലാണെന്ന് പറയാൻ ഈ ഖുർആനിൽ കഴിയില്ല പ്രിയ സ്നേഹിതരെ. അതുകൊണ്ട് നമ്മൾ ഇനി മേലെ പറയരുത് നമുക്ക് ഗ്രന്ഥം അവർക്ക് ഗ്രന്ഥം. നമ്മുടെ ഗ്രന്ഥം പവിത്ര സമുന്നതമായ ഒരു ഗ്രന്ഥമാണ്. സ്തോത്രം. അവരുടെ ഗ്രന്ഥം അതുപോലെയല്ല. കുറെ അവകാശവാദങ്ങൾ ഉണ്ടേ എന്നുള്ളതേ ഉള്ളൂ. ഈ പറയുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും മുസ്ലിം സ്നേഹിതന്മാർ ഇത് കണ്ടിട്ട് സംവാദത്തിന് തയ്യാറാണെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. മൂന്നാമത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. മൂന്നാമത് അദ്ദേഹം പറയുന്നത് റംസാന്റെ മാസത്തിൽ നിങ്ങൾ ഉപവസിക്കണം. റംസാന്റെ മാസത്തിൽ നോമ്പ് ആചരിക്കണം. നോമ്പ് ആചരിക്കേണ്ടത് എപ്പോഴാണ്? നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ള പുലരിയുടെ വെളുത്ത ഇഴകൾ കറുത്ത ഇഴകളിൽ നിന്ന് തെളിഞ്ഞു കാണുമാറാകുന്നത് വരെ, രാത്രിയാകും വരെ. അതായത് പുലരിക്ക് നമ്മളൊരു വെളുത്ത 2 നൂല് വെച്ചിട്ട് അത് നമുക്ക് വേർതിരിക്കാൻ തക്ക പ്രകാശം കിട്ടുന്നത് വരെ നിങ്ങൾക്ക് കഴിക്കാം. അത് കഴിഞ്ഞാൽ കഴിക്കാൻ ഒക്കത്തില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ നോർത്ത് പോളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 6 മാസം പട്ടിണി കിടക്കല്ലേ ഉള്ളൂ. ഈ ഒരു മാനദണ്ഡം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പാവപ്പെട്ട മുസ്ലിങ്ങൾ ചത്തുപോകും പ്രിയ സ്നേഹിതരെ. ഇത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇത് അറബിയയിലുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ സർവജ്ഞനായ ദൈവം അവതരിപ്പിച്ച കാര്യമൊന്നും അല്ല. ഇതേപോലെ പല കാര്യങ്ങളുണ്ട്. എന്നാൽ സമയത്തിന്റെ പരിധി മൂലം ഞാൻ അവസാനത്തെ ഇതിലേക്ക് കടക്കുകയാണ്. അവസാനത്തെ ഇതിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവങ്ങളാണ്. ഇതുവരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രവാചകന്മാരുടെ കഥകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും മേലാൽ ഈ സെമിനാർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആരും പറയരുത് നമ്മളും പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നുണ്ട്, അവരും പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നുണ്ട്. ഇല്ല, നമ്മൾ സത്യപ്രവാചകന്മാരുടെ സത്യസംഭവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അവരവരുടെ പ്രവാചകന്റെ കഥ അദ്ദേഹം കോട്ടിമാറ്റി എഴുതിയതുപോലെ വിശ്വസിക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രവാചകന്മാരെ അല്ല. അബ്രഹാം കാവ ഉണ്ടാക്കിയിട്ടില്ല, ഉറപ്പ്.
അബ്രഹാം നക്ഷത്രത്തെ നോക്കി ഇതെന്റെ ദൈവമെന്ന് പറഞ്ഞിട്ടില്ല. ഉറപ്പ്, ഉറപ്പ്, ഉറപ്പ്. പ്രിയ സ്നേഹിതരെ, അത് നമ്മുടെ അബ്രഹാം അല്ല, അതേതോ ദുരാത്മാവിനാൽ തന്റെ ഇച്ഛയ്ക്കനുസരിച്ചുണ്ടാക്കിയ അബ്രഹാമാണ്. ക്രിസ്തു അല്ല. പിന്നെ ബ്രദർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, അത് ഏത് ക്രിസ്തുവാണ്? പ്രിയ സ്നേഹിതരെ, ഖുർആൻ ഞാൻ അവസാനമായിട്ട് ഖുർആനിൽ നിന്ന് അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് ഇത് ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസഹാക്കിന്റെയും യാക്കൂബിന്റെയും ഒക്കെ 4:163 അവർക്കൊക്കെ അവതരിപ്പിക്കപ്പെട്ട അതേ ഒരു വെളിപ്പാട് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് വെളിപ്പാട് കിട്ടിയത്, ആദ്യം വെളിപ്പാട് കിട്ടിയത് സൂര 96 അതാണ് ആദ്യമായിട്ട് കിട്ടിയത്. ആ കിട്ടിയ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് ഹദീസിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സഹീഹ് ബുഖാരി വോളിയം 1 ബുക്ക് 1 ഹദീസ് നമ്പർ 3, സഹീഹ് ബുഖാരി വോളിയം 9 ബുക്ക് 87 ഹദീസ് നമ്പർ 111. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇദ്ദേഹത്തിന് ഒരു ദൂതം പ്രത്യക്ഷപ്പെട്ട്, ദൂതം വന്നിട്ട് ഇദ്ദേഹത്തെ അങ്ങ് വളരെ ബലമായിട്ട് ഇങ്ങനെ പിടിച്ച് താഴ്ത്തി. ഇദ്ദേഹം തന്നെ അങ്ങ് ഭയപ്പെട്ടു പോയി. ഇദ്ദേഹം തന്നെ ഭയപ്പെട്ടു പോയിട്ട് ഇദ്ദേഹം തന്നെ ഭയന്ന് വിറച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ്. ഇദ്ദേഹം ഭയന്ന് വിറച്ചുകൊണ്ട് ഓടി. സൂര 96 അവതരിപ്പിച്ച് ഇദ്ദേഹം ഭയന്ന് വിറച്ചുകൊണ്ട് ഓടിച്ചെന്ന് പറയുന്നത്, ഞാൻ ഭൂതബാധിതനായിരിക്കുന്നോ ഭ്രാന്തനായിരിക്കുന്നോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിഗമനം, വിലയിരുത്തൽ എന്ന് പറയുന്നത്, ഈ വെളിപ്പാട് ഇദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ, ഞാൻ പറഞ്ഞതല്ല, ഇവരുടെ ഹദീസുകളിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നതല്ല, ഞാൻ സ്വയമേ എടുത്ത് പറയുന്ന കാര്യങ്ങളല്ല. ഇദ്ദേഹം തന്നെ ആദ്യമേ വിലയിരുത്തിയത്, ഇത് പിശാചിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ ഭ്രാന്തനായി പോയതോ ആണ്. അത്ര ഭയാനകമായ ഒരവസ്ഥയായിരുന്നു അത്. പ്രിയ സ്നേഹിതരെ, ഏത് പ്രവാചകനാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്? ഏത് പ്രവാചകനാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്? ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. മോശയെ, ഞാൻ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമായിരിക്കാൻ നിന്റെ ചെരുപ്പഴിക്കുക. ആ വിശുദ്ധിയുടെ രംഗം കണ്ടുകൊണ്ട് മോശ തന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റിക്കൊണ്ട് അവിടെ ധൈര്യപ്പെടുന്ന ഒരു മോശയാണ് നാം കാണുന്നത്. ഏതെങ്കിലും പ്രവാചകന്മാർക്ക് ഇനിയും ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എങ്ങനെയെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പം ഇതേ ഗബ്രിയേലാണെന്ന് പറയുന്നത്. മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോ എന്ന് പറയുന്നത്, ഭയപ്പെടണ്ട, ഭയപ്പെടുത്തത്തില്ല. വളരെ ചുരുക്കത്തിൽ പറയട്ടെ, മുസ്ലിങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ഇതാണ്. അതായത് ഹസ്രത്ത് മുഹമ്മദിന്റെ ആദ്യത്തെ നിഗമനം പൂർണ്ണമായും നമ്മൾ ശരിവെക്കുന്നു. അദ്ദേഹം ആദ്യമായി പറഞ്ഞത് കൃത്യമാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുമ്പോൾ അത് തെറ്റായിപ്പോയി എന്ന് പറയുന്നവരാണ് മുസ്ലിങ്ങൾ. ഹസ്രത്ത് മുഹമ്മദ് വിശ്വസിക്കുന്നത്, അദ്ദേഹത്തിന് ആദ്യം വെളിപ്പാട് കിട്ടിയപ്പോൾ അദ്ദേഹം വിശ്വസിച്ചിരുന്നത്, ഒന്നെങ്കിൽ എനിക്കിത് പിശാചിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ഭ്രാന്തനായി പോയി. അദ്ദേഹത്തിന്റെ ആ നിഗമനത്തെ 100% ഞങ്ങൾ കൈകൊട്ടി സ്വീകരിക്കുകയാണ്. അതല്ല എന്ന് പറയുന്നവരാണ് മുസ്ലിങ്ങൾ. അവരാണ് അവരും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. എന്നാൽ പ്രിയ സ്നേഹിതരെ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, മോശയ്ക്ക് വെളിപ്പെട്ടപ്പോൾ ഞാൻ വിശുദ്ധനായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. എന്നാൽ സൂര 68 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടാകാം, രണ്ടാമത് അവതരിക്കപ്പെട്ട സൂരയാണ്. സൂര 96 ഒന്നാമത്, 68 രണ്ടാമത്. ആ 68 അള്ളാഹു പറയുന്നത് എന്താണെന്നറിയാമോ? ലയർ, കള്ളൻ എന്ന അർത്ഥം വരുന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. എന്റെ തന്ത്രം 68:45 എന്റെ തന്ത്രം, ലയർന്ന് അർത്ഥം വരുന്ന വാക്കാണ്. അത് ഞാൻ നോട്ടിൽ അറബിക് വാക്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ പോയി നോക്കാവുന്നതാണ്. അറബിക് വാക്കും കൊടുത്തിട്ടുണ്ട്. എന്റെ തന്ത്രം ഞാൻ ശക്തമാക്കുമെന്നാണ് ഇദ്ദേഹം രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞത്. ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോ ആൾ തന്നെ പേടിച്ചുപോയി. രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടപ്പോ പറയുന്നത്, ഞാൻ എന്റെ തന്ത്രം ഞാൻ ശക്തമാക്കും. 86:15-16 പറയുന്നത്, തീർച്ചയായും അവർ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കും, ഞാൻ വലിയ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കും. 7:188-183 എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് കളഞ്ഞവരാകട്ടെ അവരറിയാത്ത വിധത്തിൽ നാം പടിപടിയായി അവരെ പിടികൂടുകയാണ്.
പിന്നീട് പറയുന്നത് 183 പറയുന്നത് എന്റെ തന്ത്രം സുസക്തമാണ്. ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് കള്ളം, വഞ്ചന എന്നൊക്കെ വരുന്ന പദങ്ങളാണ്. എന്നാൽ 492 വീണ്ടും പറയുന്നു, മെദീനയിൽ എത്തിയപ്പോഴും പറയുന്നു, തീർച്ചയായും കപടവിശ്വാസികൾ അല്ലാഹുവിനെ വഞ്ചിക്കാൻ നോക്കുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, ഈ ദൈവം നമ്മുടെ ദൈവമാണ്. അല്ല, നമ്മുടെ ദൈവം തന്റെ ശക്തിയെ ത്യജിച്ചുകൊണ്ട് തന്റെ ശക്തിയെ ഒഴിച്ചു വെച്ചാലും ശുദ്ധിയെ ഒരിക്കലും ഒഴിച്ചു മാറാത്ത ദൈവമാണ് നമ്മുടെ ദൈവം പവിത്രനാണ്. അവൻ പരിശുദ്ധൻ 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 എന്ന് സാറാഫുകൾ 24 മണിക്കൂറും ആഘോഷിച്ച് പ്രസംഗിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിനും ലോകത്തിലെ സകല ദൈവത്തിനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ദൈവം ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് തന്റെ ശക്തിയെ ത്യജിച്ചപ്പോഴും ആ ക്രൂശിൽ കിടന്നപ്പോഴും ആ സാഹചര്യത്തിൽ പോലും തന്റെ ശുദ്ധിയെ പരിശുദ്ധിയെ അവൻ ഒരിക്കലും ത്യജിക്കത്തില്ല. ഈ ദൈവം നമ്മുടെ ദൈവമാണോ? അൽ മക്കാർ എന്ന് പറയുന്ന പദത്തിന് വേറെ എന്തർത്ഥമാണ് പ്രിയ സ്നേഹിതരെ ഉള്ളത്? അൽ മക്കാർ എന്ന് പറയുന്ന അർത്ഥത്തിന് വഞ്ചകൻ എന്ന അർത്ഥമേ ഉള്ളൂ. അല്ലാഹു വഞ്ചകനാകുന്നുവെങ്കിൽ അല്ലാഹു പ്രവാചകന്മാരുടെ ദൈവമല്ല. പ്രവാചകന്മാരുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ്. ഖുർആന്റെ ദൈവം നമ്മുടെ ദൈവം അല്ലേ അല്ല. പ്രിയ സ്നേഹിതരെ, എന്നാൽ പിന്നെയും ഇദ്ദേഹം മെക്കായിൽ വെച്ച് അവതരിപ്പിച്ച വചനങ്ങളുണ്ട്. ഞാനത് വായിച്ചു പോവുകയാണ്. എഴുതുന്നതും തന്നെയാണ് സത്യം. പേനയെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ 68:1, 74:32 നിസ്സംശയം ചന്ദ്രൻ തന്നെയാണ് സത്യം. അല്ലാഹുവാണ് ചെയ്യുന്നത്. ചന്ദ്രനെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ. 81:15 പിൻവാങ്ങി പോകുന്നവയും കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അതായത് നക്ഷത്രങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. 92:1 രാവിലെ തന്നെയാണ് സത്യം. 81:1 പ്രഭാതം തന്നെയാണ് സത്യം. 103:1 കാലം തന്നെയാണ് സത്യം. 100:1 ഇത് ഞാൻ അവതരിപ്പിച്ച രീതിയിലാണ് വായിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ വ്യത്യാസം കാണുന്നത്. 100:1 കിതച്ചുകൊണ്ട് ഓടുന്നവയും കൊണ്ട് സത്യം ചെയ്യുന്നു. 53:1 നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. 91:1 സൂര്യനും അതിന്റെ പ്രഭയും തന്നെയാണ് സത്യം. 85:1 നക്ഷത്ര മണ്ഡലങ്ങളെ കൊണ്ടുള്ള ആകാശം തന്നെയാണ് സത്യം. 95:1 മുതൽ 3 അത്തിയും ഒലിവും സീനായ് പർവ്വതവും നിർഭയമായി നിൽക്കുന്ന ഈ രാജ്യവും തന്നെയാണ് സത്യം. ഇങ്ങനെ പേനയെ കൊണ്ടും നക്ഷത്രങ്ങളെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടും സൂര്യനെ കൊണ്ടും വൃക്ഷങ്ങളെ കൊണ്ടും സത്യം ചെയ്യുമ്പോൾ പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവം പറയുന്നത്, എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്, ഉൽപ്പത്തി പുസ്തകം 22:18 എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിപ്പിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. എബ്രായ ലേഖനം 6:13 ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. തന്നേക്കാൾ വലിയവനായ വേറെ ഒരു ദൈവമില്ല, വേറെ ഒരു വസ്തുവില്ലാത്തത് കൊണ്ട് തന്നെ കൊണ്ട് സത്യം ചെയ്ത ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ഇവർ നക്ഷത്രങ്ങളെ കൊണ്ട് സത്യം ചെയ്തവരെ ആരാധിക്കട്ടെ, പേനയെ കൊണ്ട് സത്യം ചെയ്തവരെ ആരാധിക്കട്ടെ. നമ്മുടെ ദൈവം ആ ദൈവമേ അല്ല. വഞ്ചകൻ എന്ന് പറയുന്നത് നമ്മുടെ ദൈവമല്ല, നമ്മുടെ പ്രവാചകന്മാരല്ല അവരുടെ പ്രവാചകന്മാർ, നമ്മുടെ ഗ്രന്ഥമല്ല അവരുടെ ഗ്രന്ഥം. പ്രിയ സ്നേഹിതരെ, അവസാനമായി സമയപരിധി മൂലം പല കാര്യങ്ങളുണ്ടെങ്കിലും ദൈവത്തിന്റെ സ്നേഹം അതൊന്നു മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിന്റെ സ്നേഹം, അല്ലാഹു തന്റെ വെളിപ്പാട് അവതരിപ്പിച്ച് തുടങ്ങിയതിന് ശേഷം 13 വർഷം ആദ്യത്തെ 13 വർഷം മെക്കയിലായിരുന്ന സമയത്ത് അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞില്ല. അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്ന 2-3 ഭാഗങ്ങളുണ്ട്. എന്നാൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം
13 വർഷമില്ല. നമുക്ക് ദൈവത്തിന്റെ സ്നേഹം പറയാതെ സുവിശേഷം പറയാൻ പോകും. ദൈവത്തിന്റെ സ്നേഹമല്ലേ നമ്മുടെ കാതല്. അതില്ലാതെ നമുക്ക് എങ്ങനെ സുവിശേഷം പറയാൻ ഒക്കും? ഇദ്ദേഹത്തിന് 13 വർഷം ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി ഒരു വാക്കും പറഞ്ഞില്ല. ഇനി പറഞ്ഞതെന്താ? ഇനി പോട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അത് സുര 7 വരുന്നത്. സുര 7 സുര പിന്നീടുള്ള കാര്യങ്ങളിലും വരുന്നു പറയുമ്പോൾ സുര 7 31, 55, 28, 76, 77 തുടങ്ങിയുള്ള ഭാഗങ്ങളിൽ സ്നേഹിക്കുന്നു, മറ്റേത് സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. സ്നേഹിക്കുന്നു എന്നുള്ള ഭാഗം വരുന്നത് സുര 2 195, 222, 223. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവ് ചെയ്യുക എന്ന് പറഞ്ഞ ജിഹാദിന് ചെലവ് ചെയ്യുക. അങ്ങനെയുള്ളവരെ അല്ലാഹു സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ പ്രിയ സ്നേഹിതരെ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ ഒരുപോലെ കാണുന്നത്, ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള പറയുന്നത്, യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ സത്യം പാലിക്കേണ്ടതിനുമാണ് അവൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ രക്ഷിച്ചത്? യഹോവ അവരെ സ്നേഹിക്കുന്നുണ്ട്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മെ അവൻ ആദ്യം സ്നേഹിച്ചു. നിങ്ങൾ യുദ്ധം ചെയ്ത് ചാവർപ്പടയായിട്ട് നിങ്ങളുടെ മക്കളെ അയച്ച് മക്കൾ അവിടെ രക്തം പൂണ്ട് മരിച്ചാൽ അല്ലാഹു സ്നേഹിക്കൂ എന്ന് പറയുന്ന അത് സ്നേഹമല്ല. തന്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകിയ ദൈവത്തിന്റെ സ്തോത്രം. അവനാണ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവം. ഈ ദൈവസ്നേഹം വിട്ട് നമ്മൾ എവിടെ പോകും? ചാവർപ്പടയാകാൻ പോകും. ആർക്കെങ്കിലും വേണ്ടി ജീവൻ വെക്കുന്നെങ്കിൽ അത് നമ്മുടെ ക്രിസ്തുവിന് വേണ്ടിയാകണം. നമ്മുടെ ദൈവം സ്നേഹമാകുന്നു. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. പ്രിയ സ്നേഹിതരെ, അനേക കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ നിർത്തട്ടെ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. യഹോവ പറയുന്നത്, എന്റെ വചനങ്ങളെ മോഷ്ടിക്കുന്നവനെ, കള്ളപ്രവാചകന്മാരെ പറ്റി പറയുന്നത്, അവരെന്റെ വചനങ്ങളെ മോഷ്ടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിവ് വെച്ച് നമ്മൾ നോക്കി. പ്രിയ സ്നേഹിതരെ, അവര് പറയുന്നത് ഇത് നിങ്ങൾക്ക് അവതരിക്കപ്പെട്ടതുപോലെ കിട്ടിയ ഗ്രന്ഥമാണോ? അല്ല. അബ്രഹാമിനും ഇസഹാക്കും യാക്കോബും ആരാധിച്ചു വന്ന യഹോവയാണോ ഈ യഹോവ? യഹോവ എന്നുള്ള പേര് പോലുമില്ല. ബാലിനെ ആരാധിച്ചിരുന്നവർ യഹോവയുടെ പേര് മറന്നുപോയതുപോലെ അല്ലാഹുവിനെ ആരാധിക്കുന്നവരും യഹോവയുടെ പേര് മറക്കും. എന്നാൽ യേശുവിനെ ആരാധിക്കുന്നവർ, യഹോവ രക്ഷകൻ എന്ന് പറയുന്ന യേശു എന്ന പേര് വരുന്ന അർത്ഥത്തിൽ ആരാധിക്കുന്നവർക്ക് അവന്റെ നാമമല്ലാതെ വേറെ എന്താണ് ഉച്ചരിക്കുവാനുള്ളത്? നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. അവൻ തന്റെ ശക്തിയെ ത്യജിച്ച് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചാലും തന്റെ ശുദ്ധിയെ പാരിശുദ്ധിയെ അവൻ ഒരു നാളും ത്യജിക്കുകയില്ല. നമ്മുടെ ദൈവം വഞ്ചകനല്ല. നമ്മുടെ ദൈവം തന്നേക്കാൾ വലിയവനില്ലായതുകൊണ്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, ഈ ബൈബിൾ വെളിപ്പെടുത്തിയ ഈ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ ഇനിയും ഈ ദൈവത്തെ പറ്റി എല്ലാ മുസ്ലിങ്ങളോടും നമ്മൾ പറയും. ഈ ദൈവത്തിന്റെ സ്നേഹം, പ്രിയ എന്റെ മുസ്ലിം സഹോദരി സഹോദരന്മാരെ, എന്റെ സ്നേഹിതന്മാരെ, എന്നെ കേൾക്കുന്ന സ്നേഹിതന്മാരെ, നിങ്ങൾ ചാവർപ്പടയായി മരിക്കേണ്ട ഒരു അല്ലാഹുവിന്റെ സ്നേഹമല്ല. നിങ്ങൾക്ക് വേണ്ടി തന്റെ ജീവനെ ത്യജിച്ച ദൈവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് അവരെ ആഹ്വാനം ചെയ്യാം. ഇന്നു മുതൽ ആ പാവപ്പെട്ട ചാവർപ്പടയായി അല്ലാഹുവിന്റെ സ്നേഹം പിടിച്ചു പറ്റുവാൻ വേണ്ടി ചാവർപ്പടയായി ഇറാഖിലും സിറിയയിലും പോയി മരിക്കുന്ന ജിഹാദികളോട് തിരിച്ചു വന്ന് യേശുക്രിസ്തുവിന്റെ പടയാളികളായി തീരുവാൻ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സ്നേഹിതരെ, ഇസ്ലാം എന്താ ഒരു ക്രിസ്ത്യാനിയുടെ വീക്ഷണത്തിൽ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൈത്തിരി.com ഗാനങ്ങൾ, പ്രഭാഷണങ്ങൾ, വാർത്തകൾ, ചർച്ചകൾ, സംവാദങ്ങൾ,
പഠനങ്ങൾ, ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വിഭവങ്ങളുമായി കൈത്തിരി.com വെളിച്ചത്തിലേക്കൊരു തിരുനാളം.